ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഏതൊരു കാര്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ യോഗ നടപടികൾ ആരംഭിക്കാം. വേദിയിലിരിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നാം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലന വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. സത്യത്തിൽ എന്താണ് വിശ്വാസ പരിശീലനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്ലാസ് മുറികളിൽ നമ്മൾ കേട്ടറിഞ്ഞ ക്രിസ്തുവിനെ, നമുക്ക് കിട്ടിയ ക്രൈസ്തവ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നാം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നാം പ്രഘോഷിക്കുമ്പോഴാണ് ഈ വിശ്വാസ പരിശീലനം കൊണ്ട് അത് അർത്ഥമാക്കുന്നത്. വിശ്വാസ പരിശീലനം എന്നത് ക്ലാസ് മുറികളിൽ മാത്രം തങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ക്രിസ്തീയ അനുഭവം അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യം ജീവിതം കൊണ്ട് ഏറ്റുപറയുവാൻ അതിന് നമ്മെ സഹായിക്കുന്നതാകണം ഈ വിശ്വാസ പരിശീലനം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിശ്വാസ പരിശീലന വാർഷികം. അപ്പോൾ ഓരോ വിശ്വാസ പരിശീലന വാർഷികവും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്ന വേദിയാകട്ടെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടുന്ന വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മുടെ പുതിയക്കര ഇടവകയുടെ ഈ വിശ്വാസ പരിശീലന വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള റവറൻഡ് ഫാദർ ആൻഡോ ചാലശ്ശേരി അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ CLC സംഘടനയുടെ പ്രമോട്ടറാണ്. നമ്മുടെ ക്രൈസ്തവ യുവത്വങ്ങളെ ശാക്തീകരിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രവാചക ശബ്ദമാണ് ആൻഡോച്ചൻ. നമുക്കറിയാം, നാം കഴിഞ്ഞ ആഴ്ച ചൊവ്വരയിൽ ഉണ്ടായിരുന്ന ഇനിഗോ, അതായത് CLC
ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നാം എല്ലാം കണ്ടതാണ്. ചാലിശ്ശേരി അച്ഛൻ്റെ തീപ്പൊരി പ്രസംഗവും തീഷ്ണതയും എല്ലാം നാം കണ്ടതാണ്. നമുക്ക് കുറച്ചു പേർക്കെങ്കിലും സുപരിചിതനാണ്. പ്രസന്നപുരം പള്ളിയുടെ വികാരിയായിരുന്നുകൊണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആൻഡോ ചാലിശ്ശേരി അച്ഛൻ ഏറെ തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന റവറൻഡ് ഫാദർ ആൻഡോ ചാലിശ്ശേരി അച്ഛന് ഈ വേദിയിലേക്ക് ഏറെ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ബൈജു എടശ്ശേരി നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മിൽ ഒരാളായി നമുക്ക് വേണ്ട കരുതലും പ്രോത്സാഹനവും നൽകി പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിനെ സ്നേഹത്തോടെ ഒരുമയോടെ ഐക്യത്തോടെ നയിക്കുന്ന നമ്മുടെ വികാരി അച്ഛൻ പ്രത്യേകിച്ച് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിലും അവരുടെ അച്ചടക്കത്തിലും അവരിൽ ക്രൈസ്തവ മൂല്യങ്ങൾ നിറയ്ക്കുന്നതിലുമൊക്കെ അച്ഛൻ ഏറെ ബദ്ധശ്രദ്ധനാണ്. പൊതുവെ ഒരു സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള അച്ഛൻ്റെ കഴിവ് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അപ്പോൾ ഇന്ന് ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സ്നേഹനിർന്ന വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ബൈജു എടശ്ശേരി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കാഞ്ഞൂർ ഫൊറാനയുടെ പ്രൊമോട്ടർ ശ്രീ കുര്യച്ചൻ സാർ നമ്മുടെ കാഞ്ഞൂർ ഫൊറാന പള്ളിയിൽ ദീർഘകാലം മതബോധന യൂണിറ്റിന്റെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചു. ഏറെ പ്രവൃത്തി പരിചയം ഉള്ള സാറാണ് നമ്മോടൊപ്പമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാഞ്ഞൂർ വിമല ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററായി സാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറെ തിരക്കുകളുള്ള വ്യക്തിയാണെങ്കിലും നാം വിളിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന ശ്രീ കുര്യച്ചൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ CMC കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിഷ മാത്യു മദർ ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകമായി നമ്മുടെ വിമൻസ് വെൽഫെയറിന്റെയും യൂത്ത് ഫോറം എന്നുള്ള സംഘടനകളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ മദർ സിസ്റ്റർ ലിഷ മാത്യുവിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപോട്ട് കടന്നു വന്നുകൊണ്ട് തന്നെ സമയവും കഴിവും ആരോഗ്യവും എല്ലാം നമ്മുടെ ഈ ദേവാലയത്തിന് വേണ്ടി ചിലവഴിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പള്ളശ്ശേരി ജോസേട്ടൻ. നമ്മുടെ വികാരിച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ പരിശീലന മേഖലയിൽ ഏതൊരു ആവശ്യങ്ങൾക്കും സജീവമായി പ്രവർത്തിക്കുന്ന വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ നൽകുന്ന ശ്രീ ജോസ് പള്ളശ്ശേരിയെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഏതൊരു ഇടവകയിലും വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ വിജയം എന്ന് പറയുന്നത് മതാധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മുടെ ഇടവകയിലെ PCC മെമ്പേഴ്സിന്റെ പ്രവർത്തനങ്ങൾ അതിന് ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ്. എപ്പോഴും ഏതൊരു ആവശ്യത്തിനും തയ്യാറായിക്കൊണ്ട് നമ്മുടെ PCC പ്രസിഡന്റ് ശ്രീ നൈജോ വാളാഞ്ചേരി അദ്ദേഹത്തോട് ചേർന്ന് മറ്റംഗങ്ങളും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടേണ്ട ആ ഒരു താമസമേ ഉള്ളൂ. ഉടനെ അത് ഏറ്റെടുക്കുവാനും അത് ചർച്ചയിലേക്ക് ഇട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലന മേഖലയ്ക്ക് കൂടുതൽ സപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വളരെ പ്രത്യേകമായി ഇന്നിപ്പോൾ വിശ്വാസ പരിശീലന വാർഷികം ഇന്നലെ മുതലേ അവർ ഇവിടെയുണ്ട്, വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് നൽകുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്ന നമ്മുടെ PCC പ്രസിഡന്റ് ശ്രീ നൈജോ വാളാഞ്ചേരിക്ക് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇടവക കുടുംബത്തിനാണ്. നമുക്കറിയാം, വർണ്ണശബളമായ മനോഹരമായ കലാപരിപാടികൾ നമുക്കായി കാഴ്ചവെക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരോട്, അതിനുവേണ്ടി ദിനരാത്രികൾ അധ്വാനിച്ച നമ്മുടെ അധ്യാപകർക്ക്, അതോടൊപ്പം ഈ കലാപരിപാടികൾ കണ്ട് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ നല്ലവരായ ഇടവക കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ഈ വാർഷിക ആഘോഷത്തിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൃത്യമായി സ്വാഗതം അർപ്പിച്ച സിസ്റ്റർ തുഷാരയ്ക്ക് നന്ദി. അടുത്തതായി റിപ്പോർട്ട് വായിക്കുന്നതിനായി കാറ്റഗിസം സെക്രട്ടറി ശ്രീമതി റോസ്മേരി ജോണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയിൽ വളരണമെന്ന ആപ്തവാക്യവുമായി പുതിയ സെന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസ പരിശീലന വിഭാഗം 2024-25 വർഷത്തിൽ മുന്നേറിയ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. പുതിയ ഇടവകയിലെ മതബോധന കുടുംബം ബഹുമാനപ്പെട്ട വികാരി റവറന്റ് ഫാദർ ബൈജു ഡെശയുടെ നേതൃത്വത്തിൽ ഒരുമയോടെ ഒരേ മനസ്സായി മുന്നേറുന്നു. ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപകർ, ആനിമേറ്റേഴ്സ് എന്നിവർ ഉൾപ്പെടെ 18 അധ്യാപകരാണ് വിശ്വാസ പരിശീലന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നത്. 14 ഡിവിഷനുകളിലായി 246 കുട്ടികൾ വിശ്വാസ പരിശീലനം നടത്തുന്നു. പ്രാർത്ഥനാ ദിനം 2024-25 വർഷത്തെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി 2/6/2024 വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥനാ ദിനം നടത്തി. 11ാം ക്ലാസ് അധ്യാപകൻ ശ്രീ ജോസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വികാരിയച്ഛന്റെ ആശീർവാദം കൂടിയായപ്പോൾ പ്രാർത്ഥനാ ദിനം ഹൃദ്യമായ ഒരു അനുഭവം തന്നെയായിരുന്നു. തുടർന്ന് സ്റ്റാഫ് മീറ്റിംഗ് കൂടി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. വിശ്വാസ പരിശീലന ദിനം 2/6/2024 ഞായറാഴ്ച വിശ്വാസ പരിശീലന ദിനമായി ആചരിച്ചു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, അധ്യാപക പ്രതിനിധികൾ, PCC പ്രതിനിധികൾ, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ദിവ്യബലിക്ക് മുമ്പായി ദീപം തെളിയിച്ച് 2024-25 വിശ്വാസ പരിശീലന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മതാധ്യാപകരുടെ നേതൃത്വത്തിൽ ദിവ്യബലിയും കാഴ്ച സമർപ്പണവും നടത്തി. വിശുദ്ധ കുർബാന മധ്യേ വിശ്വാസ പരിശീലകർ സത്യപ്രതിജ്ഞ നടത്തി. ദിവ്യബലിക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനവും A+ ഗ്രേഡ് നേടിയ കുട്ടികളുടെ അനുമോദന ചടങ്ങും സംഘടിപ്പിക്കപ്പെട്ടു. 2024-25 വർഷത്തിലെ ലോഗോ പ്രാർത്ഥനയിൽ വളരാൻ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പ്രകാശനം ചെയ്തു. കൈകാര്യം ശ്രീ ജോണി ആട്ടുകാരൻ ആദ്യ സംഭാവന നൽകിക്കൊണ്ട് 2024-25 വർഷത്തിലെ കാരുണ്യ ചെത്ത് ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട അതിഥികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും സ്കോളർഷിപ്പ് കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. പ്രവേശനോത്സവം 2024-25 വർഷത്തെ പ്രവേശനോത്സവം 9/6/24 നടത്തി. പുതുതായി വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നുവന്ന 14 കുരുന്നുകൾ മാതാപിതാക്കന്മാരുടെ അകമ്പടിയോടെ കാഴ്ച സമർപ്പണം നടത്തി. വികാരിയച്ഛനും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പ്രതിനിധികളും 1ാം ക്ലാസ് അധ്യാപിക ശ്രീമതി ജിജി ജോഷിയും ചേർന്ന് ദീപം തെളിയിച്ചു. കുട്ടികളുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും ചേർന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകി. ദിവ്യബലിക്ക് ശേഷം ആനിമേറ്ററായിരുന്ന മിസ് റാണി ദേവി തന്റെ ആദ്യ ശമ്പളത്തിൽ നിന്നും കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കുകളും വാട്ടർ ബോട്ടിലുകളും മിഠായികളും നൽകി കുട്ടികളെ കൃത്യമായി സ്വീകരിച്ചു. അനുദിന പരിപാടികൾ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നു. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്ക് കുമ്പസാരിക്കാൻ അവസരം ഒരുക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരം കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ വചന ബോർഡ് അലങ്കരിക്കുന്നു. ഞായറാഴ്ച 8:45 മുമ്പായി എത്തുന്ന കുട്ടികൾ ക്ലാസ് അടിസ്ഥാനത്തിൽ നൽകുന്നു. ദിവ്യബലിക്ക് മുമ്പുള്ള 15 മിനിറ്റ് പ്രാർത്ഥന പരിശീലനം, വചനം പഠിക്കൽ, ഗാന പരിശീലനം, നിശബ്ദ പ്രാർത്ഥന എന്നിവയ്ക്ക് അധ്യാപകർ മാറി മാറി പരിശീലനം നൽകുന്നു. ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന ക്ലാസ്സിലെ കുട്ടികൾ കാഴ്ച സമർപ്പണം, വചന വായനകൾ, കറുസുസ പ്രാർത്ഥനകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നു. സൺഡേ സ്റ്റാറിനെ തെരഞ്ഞെടുക്കുകയും വചനം പറയിപ്പിക്കുകയും സമ്മാനം നൽകുകയും ചെയ്യുന്നു. വികാരിയച്ഛനും സൺഡേ സ്റ്റാറും അധ്യാപകനും ചേർന്ന് ദീപം തെളിയിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം അസംബ്ലി ഗാനം ആരംഭിക്കുന്നു. ശേഷം സ്കിറ്റ്, മ്യൂസിക്കൽ ഡ്രാമ, സ്ട്രീറ്റ് പ്ലേ, പാട്ടുകൾ, ആനുകാലിക സംഭവങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കുന്നു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വളരെ മനോഹരമായി പരിപാടികൾ അവതരിപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ശേഷം വികാരിയച്ഛൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഹെഡ് മിസ്റ്റർ അറിയിപ്പുകൾ നൽകുന്നു. തുടർന്ന് മതാധ്യാപക പ്രാർത്ഥന നടത്തുന്നു. 12ാം ക്ലാസ്സിലേക്ക് കുരിശ് വരയ്ക്കാൻ നേതൃത്വം നൽകുന്നു. കുട്ടികൾ അധ്യാപകരോടൊപ്പം ക്ലാസ്സുകളിലേക്ക് പോകുന്നു. 10:30 മുതൽ 12 മണി വരെയാണ് ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടെ ആരംഭിക്കുന്ന ക്ലാസ്സുകൾ 14 മാലാഖ ജപം ചൊല്ലി അവസാനിപ്പിക്കുന്നു. പാഠ്യമേഖലാ പ്രവർത്തനങ്ങൾ
ജനറൽ BDA 8/9/2024 മതബോധന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാർക്കായുള്ള സെമിനാർ നടത്തപ്പെട്ടു. റവറൻഡ് ഫാദർ ജോസഫ് മടവാളൻ ക്ലാസിന് നേതൃത്വം നൽകി. PCC കൂട്ടായ്മ മതബോധന വർഷാരംഭത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ PCC മീറ്റിംഗ് കൂടി പുതിയ അധ്യയന വർഷം ചെയ്യാവുന്ന നൂതന പരിപാടികൾ ആസൂത്രണം ചെയ്തു. പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഓണാഘോഷം, ക്രിസ്തുമസ് ആഘോഷം, അധ്യാപക ദിനം, മതബോധന വാർഷികം, ഔട്ട്റീച്ച് പ്രോഗ്രാം തുടങ്ങിയ പ്രധാനപ്പെട്ട പരിപാടികളിൽ PCC അംഗങ്ങളുടെ സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. വിശ്വാസ പരിശീലകരുടെ കൂട്ടായ്മ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ മതബോധന കുടുംബം എല്ലാ മാസവും അവസാന ഞായറാഴ്ച ഒരുമിച്ച് കൂടി പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും നൂതന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും മതബോധന ക്ലാസിന് ശേഷം ഒരുമിച്ച് കൂടി അതേ ദിവസത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വികാരിയച്ഛന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു. 3 മാസത്തിലൊരിക്കൽ വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ഒരുമിച്ച് കൂടി 1 മണിക്കൂർ ആരാധനയും ജപമാലയും നടത്തുന്നു. ചുവർ മാസിക പ്രാർത്ഥനയിൽ വളരണമെന്ന ആത്മവാക്യവുമായി 11ാം ക്ലാസ് വിദ്യാർത്ഥികൾ വഴിവിളക്ക് എന്ന പേരിൽ ചുവർ മാസിക പ്രസിദ്ധീകരിച്ചു. ലോഗോസ് കേസ് വചനം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ അഖില കേരള ലോഗോസ് കേസിൽ 180 കുട്ടികളും മതാധ്യാപകരും പങ്കെടുത്തു. ഇടവക തലത്തിൽ 70% കൂടുതൽ മാർക്കോടെ 5ാം സ്ഥാനം അൽബിന ജസ്റ്റിൻ പളശ്ശേരിക്ക് ലഭിച്ചു. കൊറോണ തല യൂണിറ്റ് സന്ദർശനം 13/10/2024 കൊറോണ പ്രൊമോട്ടർമാരായ ശ്രീ സ്റ്റീഫൻ സർ, ശ്രീ ഫ്രാൻസിസ് സർ എന്നിവർ പൊതുയിതര മതബോധന യൂണിറ്റ് സന്ദർശിച്ചു. യൂണിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെയും കുട്ടികൾ ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുന്നതിനും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇപ്പോഴും മതബോധനത്തോട് ചേർന്ന് നിൽക്കുന്നതിനുമുള്ള സന്തോഷം പ്രകടമാക്കി. കുട്ടികൾ നന്നായി റെസ്പോൺസ് ചെയ്യുന്നവരാണെന്നും അധ്യാപകർ വളരെ അച്ചടക്കത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും അവർ വിലയിരുത്തി. അതിരൂപത കൊറോണതല പരിപാടികൾ പരിപാടികളിൽ സെക്രട്ടറി മീറ്റിംഗ് പങ്കാളിത്തമുണ്ടായിരുന്നു. കുട്ടികൾക്കായി നടത്തിയ എലൈൻ പ്രോഗ്രാമുകളിലും പേപ്പർ ഇവാലുവേഷനിലും യൂണിറ്റിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. IBC കോഴ്സ് അതിരൂപത നിർദ്ദേശിച്ചിട്ടുള്ള ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ഏപ്രിൽ 2, 3, 4 തീയതികളിൽ നടത്തപ്പെട്ടു. മതാധ്യാപകർ ക്ലാസ് നയിച്ചു. PCC മെമ്പേഴ്സിന്റെ സഹായവും ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പാരന്റ്സ് ഡേ 21/7/2021 കുർബാനയോടൊപ്പം ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. വികാരിയച്ഛനും PCC അംഗങ്ങളും കുട്ടികളുടെ പ്രതിനിധികളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാൻഡ് പാരന്റ്സ് ഡേ സന്ദേശം പകരുന്ന സ്കിറ്റ് PCC അംഗങ്ങൾ, അധ്യാപക പ്രതിനിധികളും കുട്ടികളുടെ പ്രതിനിധികളും ചേർന്ന് അവതരിപ്പിച്ചത് വേറിട്ടൊരു അനുഭവമായിരുന്നു. വിശ്വാസ പരിശീലന വാർഷികാഘോഷം 11/8/2021 മതബോധന വാർഷികാഘോഷം ആഘോഷിച്ചു. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച ദിവ്യബലിക്ക് മതാധ്യാപകർ നേതൃത്വം നൽകി. ക്ലാസ് ലീഡേഴ്സ്, PCC പ്രതിനിധികൾ, സെൻട്രൽ കമ്മിറ്റി പ്രതിനിധികൾ, അധ്യാപക പ്രതിനിധികൾ എന്നിവർ ചേർന്ന് കാഴ്ച സമർപ്പണം നടത്തി. വികാരി റവറൻഡ് ഫാദർ ബൈജു ഇടശ്ശേരി, റവറൻഡ് ഫാദർ ജോസഫ് കൊടിയൻ, കാനൂർ കൊറോണ പ്രൊമോട്ടർ ശ്രീ സ്റ്റീഫൻ തോട്ടപ്പള്ളി, ഫാദർ ജോണി പൊതിയകര, CMC മദർ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ മറി, കൈകാരൻ ശ്രീ ജോസ്, PCC പ്രസിഡന്റ് ശ്രീ ബിജു തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ പഠന മികവിന് പ്രോത്സാഹനമായി എൻഡോമെന്റുകളും സ്റ്റഡി പ്രൈസുകളും ഹാജർ സമ്മാനങ്ങളും നൽകി. ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന തരത്തിലുള്ള കുട്ടികളുടെ കലാവിരുന്ന് പുതിയക്കര ഗ്രാമത്തിന് ഉത്സവ പ്രതീതി പകർന്ന് നൽകി. ഓണാഘോഷം ഈ അധ്യയന വർഷത്തെ ഓണാഘോഷം ഇടവക സമൂഹത്തോട് ചേർന്ന് ആഘോഷിച്ചു. രാവിലെ ദിവ്യബലിക്ക് ശേഷം നടന്ന മെഗാ തിരുവാതിരയിൽ മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. വിശ്വാസ പരിശീലന ദിനാചരണവും നവവൈദികന സ്വീകരണവും 10/11/2024 വിശ്വാസ പരിശീലകരുടെ ദിനം ആഘോഷിക്കപ്പെട്ടു. അധ്യാപകരുടെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം, വായനകൾ, പ്രതിജ്ഞ എന്നിവ നടന്നു. വികാരി റവറൻഡ് ഫാദർ ബൈജു ഇടശ്ശേരി, നവവൈദികൻ റവറൻഡ് ഫാദർ സിറിൽ കുന്നേനാട്, PCC അംഗങ്ങൾ, കുട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PCCയുടെയും 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ അധ്യാപകർക്ക് പൂവും സമ്മാനങ്ങളും കൈമാറി. നവവൈദികൻ സിറിൽ കുന്നേനാടനെ പഠിപ്പിച്ച അധ്യാപകർ പൊന്നാടയാണ് ആദരിച്ചു. ലേഡി സ്റ്റാർ തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. ജപമാല മാസാചരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടുന്ന ജപമാല മാസത്തിൽ കുട്ടികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. സെമിത്തേരി സന്ദർശനം മരിച്ച ആത്മാക്കളെ പ്രത്യേകം അനുസ്മരിക്കുന്ന നവംബർ മാസത്തിൽ കുട്ടികൾ അധ്യാപകർക്കൊപ്പം സെമിത്തേരി സന്ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ ദിനം കുട്ടികൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുന്നതിന് വേണ്ടി ഓരോ ക്ലാസ്സുകാരും അവരുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ അരമണിക്കൂർ ആരാധനയും പ്രാർത്ഥനയും നടത്തി. കലാ സാഹിത്യ മത്സരങ്ങൾ പ്രാർത്ഥനയിൽ വളരുമെന്ന അർത്ഥവാക്യവുമായി ബന്ധപ്പെട്ട് കഥ, കവിത, ഉപന്യാസം, പെയിന്റിംഗ് മത്സരങ്ങളും ചാർട്ട് മത്സരങ്ങൾ, പ്രതിനിധിത്വം, അടിമർമ്മ മത്സരം തുടങ്ങിയവ
ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കരോൽക്കാല മത്സരവും ക്രിസ്മസ് കാർഡ് കരവിരുദ്ധ മത്സരങ്ങളും നടന്നു. ബൈബിൾ വചനപഠനത്തിന്റെ ഭാഗമായി അധ്യാപകർ മാറി മാറി ദിവ്യബലിക്ക് മുമ്പ് കുട്ടികളെ വചനം പഠിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഗ്രേഡുകൾ നൽകുകയും ചെയ്തു. വിനോദയാത്ര. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് വിനോദയാത്ര നടത്തി. കൈയെഴുത്ത് മാസിക. മാഗസീനു വേണ്ടി അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും ആർട്ടിക്കിളുകളും ചിത്രങ്ങളും ശേഖരിച്ച് വഴിവിളക്ക് എന്ന പേരിൽ ഒരു കൈയെഴുത്ത് മാസിക പുറത്തിറക്കി. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സഹകരണം ഇതിലുണ്ടായിരുന്നു. കൊറോണ തലത്തിൽ ബെസ്റ്റ് മാഗസിനായി വഴിവിളക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. വിശ്വാസ പ്രഖ്യാപന ശുശ്രൂഷ. 9/2/2025 +2 വിദ്യാർത്ഥികളുടെ വിശ്വാസ പ്രഖ്യാപന ശുശ്രൂഷ നടത്തി. കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം കാഴ്ച സമർപ്പണം നടത്തി. വായനകൾക്ക് നേതൃത്വം നൽകി വിശുദ്ധ ഗ്രന്ഥവും കുരിശും കുട്ടികൾക്ക് നൽകി അനുഗ്രഹിച്ചു. അഗാപ്പെ. 23/2/2025 അഗാപ്പെ പ്രോഗ്രാം നടത്തി. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഒരുമിച്ചുകൂടി 2ാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ നൽകി. വിവിധ കലാപരിപാടികളും മധുരപലഹാരങ്ങളും പങ്കിട്ട് സന്തോഷത്തോടെ പെരുത്തു. ഈ വർഷത്തെ പ്രത്യേക പരിപാടികൾ. ഗ്രൂപ്പ് തല പരിപാടികൾ. അധ്യയന വർഷത്തിലെ ആരംഭത്തിൽ തന്നെ കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് പേരുകൾ നൽകി. 2 മാസത്തിലൊരിക്കൽ ദിവ്യബലിക്ക് നേതൃത്വവും കൾച്ചറൽ പ്രോഗ്രാമുകളും നടത്തി. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഗ്രൂപ്പിന് സമ്മാനം നൽകി. വിശുദ്ധ കുർബാന പങ്കാളിത്ത പ്രോത്സാഹനം. ഈ ഒരു വർഷം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ മാസാവസാനവും പ്രോത്സാഹന സമ്മാനവും കാരുണ്യയാത്രയും നടത്തി. 25 നോയമ്പിൽ 25 ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത 100 കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകി എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ക്രിസ്തുമസ് സ്പെഷ്യൽ മത്സരങ്ങൾ. അതിലൂടെ നടപ്പിലാക്കിയ ക്രിസ്തുമസ് സഫാരി പ്രോഗ്രാം വളരെ മനോഹരമായി നടപ്പിലാക്കി. ഇത് ടൈറ്റിൽ മേക്കിംഗ് കോമ്പറ്റീഷനിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി കുമാരി ആൻഡ്രിയ ഡേവിസ് അതിരൂപത തലത്തിൽ സമ്മാനത്തിന് അർഹയായത് അഭിമാന നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. അതിരൂപത നടത്തിയ ഉണ്ണിനിലാവെന്ന പ്രോഗ്രാമിൽ കുമാരി ആൻഡ്രിയ ക്രിസ്തുമസ് സന്ദേശം പങ്കുവയ്ക്കുകയും കുമാരി അനഘ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കരോൽഗാന മത്സരം, കരവിരുത്, കാവ്യ നിർമ്മാണം മുതലായ മത്സരങ്ങളും നടത്തപ്പെട്ടു. പരീക്ഷ ഒരുക്കൽ സഹായി. പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ മോഡൽ പരീക്ഷകൾ നടത്തപ്പെട്ടു. പിന്നോക്കം വരുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ നൽകി. കാരുണ്യ വഴികളിലൂടെ. കുട്ടികളിൽ കാരുണ്യത്തിന്റെ ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസുകളിലെയും കുട്ടികൾ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തി. 1 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവർ സമാഹരിച്ച ഏകദേശം 50,000-ഓളം രൂപയും നിത്യോപയോഗ വസ്തുക്കളും കൈമാറിയത് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. PGC അംഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനായി കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച നല്ലവരായ എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ അവസരത്തിൽ പൊതുജന കാറ്റീസം യൂണിറ്റിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. കൂട്ടുകാരുടെ ഒരു കൈത്താങ്ങ്. ഓണാവധി കാലത്ത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നമ്മുടെ ഇടവകയിലെ ഒരു മതബോധന വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായകമായി കാരുണ്യ ചെപ്പിൽ നിന്നും 6000 രൂപ നൽകി. അഡോപ്റ്റീവ് ഫാമിലി പ്രോഗ്രാമിന്റെ ഭാഗമായി 12ാം ക്ലാസുകൾ തെരഞ്ഞെടുത്തത് ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച ഒരു മതബോധന വിദ്യാർത്ഥിയുടെ കുടുംബത്തെയാണ്. ഓണം, ക്രിസ്തുമസ് ദിനങ്ങളിലും കുട്ടികൾ നിത്യോപയോഗ വസ്തുക്കളും സാമ്പത്തിക സഹായവും അവർക്ക് കൈമാറി. ക്രിസ്മസ് ലഞ്ച് സഫാരി പ്രോഗ്രാം. അതിലുദ്രിയും സത്യദീപവും ഒരുമിച്ച് ഒരുക്കിയ ക്രിസ്മസ് ലഞ്ച് സഫാരി പ്രോഗ്രാമിലെ ആക്ടിവിറ്റികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ കുട്ടികളിൽ എത്തിച്ചു. കുട്ടികൾ അതിനോട് വളരെ ക്രിയാത്മകമായി സഹകരിക്കുകയും ചെയ്തു. 2024-25 അധ്യയന വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാകുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും മതാധ്യാപകരും കുട്ടികളും PCC അംഗങ്ങളും ഇടവക സമൂഹവും ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നേറുവാൻ ദൈവം അനുവദിച്ചു. ആത്മീയ മാനസിക തളർച്ചയിൽ നിന്ന് കുഞ്ഞുമക്കളെ കൈപിടിച്ചുയർത്തി യേശുവിനൊപ്പം മുന്നേറുവാൻ സഹകരിച്ച ഏവർക്കും പ്രാർത്ഥനയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും മുമ്പാകെ സമർപ്പിക്കുന്നു. 2025 വർഷത്തിലെ വിശ്വാസ പരിശീലന വാർഷിക ആഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി അതിരൂപത CLC പ്രവർത്തകരും പ്രസന്നപുരം ഇടവക വികാരിയുമായ റവറന്റ് ഫാദർ ആന്റോ ശാലശ്ശേരി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട വികാരിയച്ച വൈദ്യുതശേരിച്ച നമ്മുടെ ഫൊറോന പ്രൊമോട്ടറായിരിക്കുന്ന കുര്യച്ചൻ സാറെ, കാറ്റഗിസത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ എച്ചമായിരിക്കുന്ന സിസ്റ്റർ തുഷാര, ബഹുമാനപ്പെട്ട മദർ, PCC പ്രസിഡന്റ് കൈക്കാരൻ, അതോടൊപ്പം തന്നെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുട്ടികൾ, സുഖമില്ലാവർക്കും സുഖമാണോ? സുഖമാണോ? നെയ്യപ്പം കഴിച്ചോ? നെയ്യപ്പം കഴിച്ചാൽ രണ്ടുണ്ട് കാര്യം ഇല്ലേ? എന്തൊക്കെയാണ്? വയറും നിറയും, മുഖവും മിനിങ്ങും. അങ്ങനെയല്ലേ? ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, ഒരു 2 വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മാത്യു കോനാട്ടുള്ളി അച്ഛനുള്ളപ്പോൾ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, അപ്പോൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, നെയ്യപ്പം കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെയൊക്കെ മുഖത്ത് നല്ല പ്രകാശമുണ്ട്. അന്ന് എനിക്ക് കോനാട്ടുള്ളി അച്ഛൻ നെയ്യപ്പം കൊടുത്തില്ലാന്ന്, വൈദ്യുവച്ഛനത് കണ്ട് നെയ്യപ്പം കൊടുത്തിരിക്കുകയാണ്. സന്തോഷമില്ലാതൊന്നും? സന്തോഷമാണോ? നമ്മുടെ റോസ്മേരി ടീച്ചറിനെ നമുക്കൊന്ന് അഭിനന്ദിക്കണം. ആരാണ് റോസ്മേരി ടീച്ചർ? ഇപ്പോൾ വായിച്ച സെക്രട്ടറി അല്ലേ? ഒറ്റ ശ്വാസത്തിൽ എൻ്റെ തന്നെ ഹൃദയം നിലച്ചു പോകുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുകയായിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് വായിച്ച് മനസ്സിലായോ? എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത്, ഈ റിപ്പോർട്ടിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുക ബഹുമാനപ്പെട്ട വെച്ച 1 മാസത്തെ കുടുംബ യൂണിറ്റിൽ എല്ലാ കുടുംബ യൂണിറ്റുകളിലും ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പഠനം നടത്തുക, അല്ലെങ്കിൽ ഒരു ചിന്ത നടത്തുന്നത് നല്ലതാണ്. കാറ്റഗിസത്തെ കുറിച്ച്, കാറ്റഗിസത്തിൻ്റെ 1 മാസം, സെപ്റ്റംബർ മാസം നമ്മൾ എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്തത്. നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 9 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്നുള്ളതാണ്. ചേട്ടാ ശബ്ദം അല്പം കുറച്ചിട്ട്, അല്ലെങ്കിൽ 9 കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അഭിരൂപതാ തലത്തിൽ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു അല്ലേ? കിട്ടിയില്ലേ? ഒരു കയ്യടിയൊക്കെ കൊടുത്തേ. ഓക്കെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 50,000-ഓളം 60,000-ഓളം രൂപയുടെ കാരുണ്യ പ്രവൃത്തികൾ വിവിധ സമയങ്ങളിൽ നമ്മുടെ ഇടവകയിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? കേട്ടോ? കൈയടിച്ച് ഒരു കയ്യടിയും കൊടുത്തേ. പിന്നെ അഭിമുഖ തലത്തിലെ ചില മത്സരങ്ങളിൽ ഇവിടെ നിന്ന് പോയി പങ്കെടുത്തിട്ടുള്ള ആളുകളെ കുറിച്ച്, കുട്ടികളെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു കയ്യടി കൊടുത്ത്. ഇങ്ങനെ റിപ്പോർട്ടിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആരെ കുറിച്ചാണ്? പ്രസന്നപുരം ഇടവകയെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇവിടെ വായിച്ചത്. ആണോ? ഞാനെൻ്റെ ഒരു കാര്യം ആണോ? അല്ല, നമ്മുടെ പുതിയൊക്കെ ഇടവക പ്രസന്നപുരത്ത് വിചാരിച്ചതാണ്, നമ്മുടെ ചോപരത്തില്ല. ഇപ്പൊ വായിച്ചത് നമ്മുടെ പുതിയക്കര ഈ ഇടവകയുടെ കഴിഞ്ഞ 1 വർഷത്തെ വിശ്വാസ പരിശീലനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളാണ്. ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, എത്ര കുടുംബമുണ്ട്? 450 കുടുംബം ഈ ഇടവകയിലുണ്ട്. 240ഓളം കുട്ടികൾ കാറ്റഗിസം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാറ്റഗിസത്തിന്റെ HM സിസ്റ്റർ തുഷാരയാണ്. തുഷാര മെഡിക്കയായിട്ട് സിസ്റ്ററാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? വൈകിടിച്ച് ഒരു കൈകളുണ്ട്. സിസ്റ്റർ തുഷാരയോടൊപ്പം ജോലി ചെയ്യാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ഞപ്പുറത്തെ കുറ്റിപ്പാറപ്പള്ളിയിൽ ഞാൻ കുറച്ച് നാൾ വികാരിയായിരുന്നു. 2004 മുതൽ 8 വരെ. അതിനുശേഷം വൈദ്യുതനായിരുന്നു 8 മുതൽ 12 വരെ വികാരി. എൻ്റെ ആ വികാരിയായിരുന്ന സമയത്ത് സിസ്റ്റർ തുഷാര സിസ്റ്ററിലേക്ക് മിഷൻ പ്രവർത്തനം ആ ഇടവകയിലുണ്ടായിരുന്നു. അതായത് അങ്കമാലിയിൽ നിന്ന്, മഠത്തിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും മഞ്ഞപ്പുറം അടുത്തുള്ള കുറ്റിപ്പാറപ്പള്ളിയിൽ രാവിലെ സിസ്റ്റർ തുഷാരി
സിസ്റ്ററിനോടൊപ്പം വന്ന വേറെ സിസ്റ്ററാണ് ദാന, മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചുപോയത്. ദാന സിസ്റ്റർ കൂടി വന്ന് അവിടെ കുട്ടികളെയൊക്കെ കാറ്റീസം പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എനിക്കിന്ന് അഭിമാനത്തോടെ നിൽക്കാൻ തോന്നുന്നത് 2004-05 കാലഘട്ടങ്ങളിൽ അന്ന് സിസ്റ്റർ തുഷാര അവിടെ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ പുതിയ കരയിലേക്ക് പുതിയ ചൈതന്യമായി, പുതിയ നന്മയായി, പുതിയ നേതൃത്വമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മളായിട്ടുള്ള മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമാണ്. ബൈജു എക്സ്ചേഞ്ചിനെ കുറിച്ച് തുഷാര സ്വാഗതം പറഞ്ഞപ്പോ നല്ല സൗമ്യമായ ചിരിയോടെ സന്തോഷത്തോടെ നമ്മൾ നയിക്കുന്ന ഒരു വികാരിച്ചനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു. ബൈജുവിന്റെ ആ പുഞ്ചിരിയും ശാന്തതയും അല്ലേ, കടൽക്ഷോഭങ്ങളില്ലാത്ത തിരശാന്തമായ ഒരു മനോഹരമായുള്ള തീരമാണ് നമ്മുടെ ബൈബിൾ സ്വീകരിച്ചത്. അച്ഛനെ ദേഷ്യപ്പെടുന്നവരൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ 2 വർഷം സീനിയറാണ് അച്ഛൻ. അച്ഛനോടൊപ്പം 91 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സെമിനാരി കാലം മുതൽ വൈദിക ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓർക്കേണ്ടത് നമ്മുടെ ഇടവകയിൽ ശക്തമായിട്ടുള്ള വികാരിയച്ഛനും എച്ച്എമ്മും അതോടൊപ്പം തന്നെ നല്ല അധ്യാപകരും 20ഓളം അധ്യാപകരുണ്ട്. അതോടൊപ്പം തന്നെ PCC, സ്ട്രോങ് ആയിട്ടുള്ള PCC ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമോ? ഈ 450 കുടുംബങ്ങളിൽ നിന്ന് 242 പേരിൽ നിന്നാണ് 9 സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കുറിച്ചല്ല, പ്രസന്നവരുടെ ഇടവക 200 കുടുംബമാണ്, 120 കുട്ടികളാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 16 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. എത്രയാണ്? 16. ഒന്ന് കൈയടിച്ച്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം. എവിടെയാണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത്? വ്യത്യാസം വരുത്തേണ്ടത് വികാരിയച്ഛനും എച്ച്എമ്മും അധ്യാപകരുമല്ല, മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ തന്നെയാണ്. ഇന്ന് ദൈവവിളി പ്രാർത്ഥനാ ദിനമാണ്. വികാരിയച്ഛൻ കുർബാനയുടെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് ദൈവവിളി പ്രാർത്ഥനാ ദിനമാണെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള നമുക്ക് ഇവിടെ, എനിക്ക് തോന്നുന്നില്ല എല്ലാ മാതാപിതാക്കളോട് ഉണ്ടെന്നുള്ളത്. അപ്പച്ചന്മാരുടെ എണ്ണം വളരെ കുറച്ച് കുറവാണ്. അമ്മച്ചന്മാരിങ്ങനെ നിലനിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പച്ചന്മാർ പുറത്ത്, പാരിഷുകളുടെ പുറത്ത് നെയ്യപ്പം കഴിച്ചതിന്റെ ചർച്ചയിലായിരിക്കും തോന്നുന്നു. അവർ കുറച്ച് ഭാഗത്ത് കയറും. ഏതായാലും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവവിളി, ദൈവം ദാനമായി നൽകിയ മക്കളെ ആ വിളിയിൽ ഉറച്ച് വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ വാക്യം ഇതാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. 2-ാമത്തെ വാക്യം ഇതാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതമായിട്ടുള്ള ഭൂമി. 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വാസ പരിശീലനത്തിലൂടെ രൂപരഹിതമായ നമ്മുടെ ജീവിത ചിന്താഗതികളിൽ നിന്ന് വെളിച്ചത്തിന്റെ നന്മയുള്ള ഒരു ജീവിതം നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. മനോഹരമായിട്ടുള്ള നിലവിളക്കില് കർപ്പൂരമൊക്കെ ഇട്ട്, എണ്ണയൊക്കെ ഇട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു അല്ലെ. കർപ്പൂരം ഉണ്ടായതുകൊണ്ട് തീയൊന്ന് ആളിക്കത്തി നല്ല ഭംഗിയായിട്ട് വന്നു. ഇതുപോലെ നമ്മുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഓരോ ഞായറാഴ്ചകളിലും ആഴമായ വിശ്വാസത്തെ രൂപപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് 4 ചെറിയ ചിന്തകൾ, വളരെ ചെറിയ ചിന്തകൾ പറയുകയാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിലുള്ളതാണ്. ആ പുസ്തകത്തിന്റെ പേര് ആറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകമാണ്. ആറ്റോമിക് ഹാബിറ്റ് ബെസ്റ്റ് സെല്ലറാണ്. 15 ലക്ഷത്തിലും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ ഈ പുസ്തകം വായിച്ചു എന്നുള്ളതാണ്. അതായത് 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനിടയ്ക്ക് ആളുകൾ ആറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞു ലോകത്തിന്. ഞങ്ങളുടെ യൂട്യൂബിൽ വെറുതെ നടിച്ചാൽ മതി ആറ്റോ ഹാബിറ്റ്, റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ധാരാളം വരും. അതിൽ ആ ജോൺ
ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ ഇപ്രകാരം എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്: ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ റിസൾട്ടുകൾ, വലിയ വലിയ നന്മകൾ നമുക്ക് നൽകും എന്ന് എഴുതുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ? 4 ചെറിയ കാര്യങ്ങൾ അദ്ദേഹം ചിന്തയിൽ വെക്കുകയാണ്. എന്താണ്? ഒന്ന്, മേക്ക് ഇറ്റ് ഒബ്വിയസ്. ഇംഗ്ലീഷിലാണ്. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ. അതായത് മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമുണ്ടാകണം, എന്തിനാണ് ഞാൻ വിശ്വാസ പരിശീലനം നടത്തുന്നത്, എന്തിനാണ് ഈശോയെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്മയോടെ ജീവിക്കുന്നത്. ആ ബോധ്യം ആദ്യമേ എനിക്കുണ്ടാകണം. മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്ന് പറയുമ്പോൾ എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് കൃത്യതയുണ്ടെങ്കിൽ മാത്രമേ ധൈര്യസമേതം എനിക്കത് പ്രഘോഷിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ സിസ്റ്റേഴ്സിനെ 2 പേരെ അറസ്റ്റ് ചെയ്യുമായി ബന്ധപ്പെട്ട് അങ്കമാലിയിൽ വലിയ പ്രകടനം നടത്തി. നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സിസ്റ്റേഴ്സിനെ കൊടുക്കാനിടയാക്കിയത് 3 പെൺകുട്ടികളെ നഴ്സിംഗ് കോളേജിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ 3 പെൺകുട്ടികളും ഒരു മൊഴി പോലും മാറ്റി പറഞ്ഞില്ല. അവര് സിസ്റ്റേഴ്സിനോടൊപ്പം നിന്നു. സിസ്റ്റേഴ്സ് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നിന്നു. അതാണ് വിശ്വാസത്തിന്റെ വ്യക്തത എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടിയും അസ്വസ്ഥതയും ആകുലതയും ഒക്കെ ആയിട്ട് കിടന്നുറങ്ങാനല്ല നമ്മളെ വിളിക്കുന്നത്. ഉത്തരവാദിത്വത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് ദൈവം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് ദൈവം. അപ്പോൾ എല്ലാ പ്രഭാതത്തിലും ദേവാലയത്തിൽ വരാൻ തോന്നും. നമുക്കറിയാം, ഒരു 3-4 ദിവസം മുമ്പാണ് മനോഹരമായ ഒരു ദേവാലയം നമ്മളിവിടെ പണിതത്. രൂപരഹിതമായ അല്ലെങ്കിൽ വളരെ ചെറിയ ദേവാലയത്തിൽ നിന്ന് അതിമനോഹരമായ വിശുദ്ധമായ ദേവാലയം വരുമ്പോൾ ആ ദേവാലയത്തെ പ്രഭാപൂരിതമാക്കുന്നത് വിശ്വാസ പരിശീലനത്തിലൂടെ, അനുദിന വിശുദ്ധ കുർബാനയിലൂടെ, കാറ്റഗിസം പരിശീലനത്തിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ നമുക്ക് നന്മയായിട്ട് പ്രചോദിപ്പിക്കാൻ സാധിക്കണം. അതിന് നമുക്കൊരു വ്യക്തതയുണ്ടാകണം. ദേവാലയം പണിതപ്പോൾ അന്നത്തെ കമ്മിറ്റിക്കും ഇടവകക്കാർക്കും ഒരു വ്യക്തതയുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ദേവാലയം വേണമെന്ന്. ഈ ദേവാലയം വ്യക്തത വരുത്തുന്നത് കാറ്റഗിസം വിശ്വാസ പരിശീലനത്തിലൂടെയും കുടുംബ കൂട്ടായ്മയുടെ നന്മകളുടെയുമാണ്. രണ്ടാമത്തെ വരികയാണ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആകർഷകമായ രീതിയിൽ ചെയ്യണം. കാറ്റഗിസം കുട്ടികൾ വിഷമിച്ച് സങ്കടപ്പെട്ട് അസ്വസ്ഥപ്പെട്ടല്ല പള്ളിയിൽ വരേണ്ടത്. ഇവിടെ വരുമ്പോൾ സ്നേഹത്തിന്റെയും നന്മയുടെയുമായിട്ടുള്ള പുതിയ തലങ്ങൾ. ഇന്നത്തെ റിപ്പോർട്ടിൽ വായിക്കുമ്പോൾ ഏകദേശം 28-30 കാര്യങ്ങൾ ഇവിടെ വായിച്ചു. കഴിഞ്ഞൊരു വർഷം നടന്ന 28-30ഓളം പ്രോഗ്രാമുകളാണ് ഒറ്റ ശ്വാസത്തിൽ 7 മിനിറ്റ് എടുത്ത് നമ്മുടെ റോസ്മേരി ടീച്ചർ വായിച്ചത്. അപ്പൊ ഇത്രയധികം വ്യത്യസ്തതകൾ നമുക്കായിട്ട് നൽകുമ്പോൾ ഈ വ്യത്യസ്തതയാണ് നമ്മെ വിശ്വാസത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. പഠിക്കുന്ന തരത്തില്, പരിശീലിക്കുന്ന തരത്തില്, നന്മ ചെയ്യുന്ന തരത്തില്, കാരുണ്യ പ്രവൃത്തികളില്, മറ്റ് അവരെ അട്രാക്ട് ചെയ്യുന്ന പല പല പ്രോഗ്രാമുകളിലൂടെ ഒക്കെ നമുക്ക് സാധിക്കണം. അത് കുറച്ചുകൂടി നന്മയാക്കി മാറ്റണം. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആ എഴുത്തുകാരൻ, ഇറ്റ് മേക്സ് ഈസി. എളുപ്പമാക്കി തീർക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്താണ് എളുപ്പമാക്കി തീർക്കുന്നത്? എനിക്കിത് മനസ്സിലാകാം. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ എന്നോടും ഞാൻ ടീച്ചറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്ന് റിപ്പോർട്ടിൽ വായിച്ചു, നമ്മുടെ കുടുംബ യൂണിറ്റ് വളരെയധികം കുട്ടികളെ കൊണ്ട് വളരെയധികം പ്രവർത്തന നന്മയുള്ളതാണ് എന്ന് ടീച്ചർ എഴുതി വെച്ചു. അപ്പോൾ വളരെയധികം ആകർഷണം നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ കാറ്റഗിസം കാര്യങ്ങൾ ഉണ്ടാകണം. 4ാമത്തെ ചിന്ത അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ. അതായത് ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു തൃപ്തി ഉണ്ടാകണം. നിങ്ങൾ മനോഹരമായിട്ടുള്ള ഭക്ഷണം ഒരുക്കുമ്പോൾ, അമ്മച്ചിമാരാണ് കൂടുതലുള്ളത്, അമ്മച്ചിമാർ ഭക്ഷണം ഒരുക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം എടുത്തിങ്ങനെ നോക്കും ഇല്ലേ? അല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ട്
ഒന്ന് നോക്കും. എന്തിനാണ്? അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ രുചിയുണ്ടോ എന്നാണ്. എന്താണ്? അപ്പനും മക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിലോ മറ്റുള്ളവർ കൊടുക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിന്റെ തൃപ്തിയായിട്ട് മാറ്റുന്ന, എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്കെല്ലാം അസ്വസ്ഥമായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്ന, അല്ലെങ്കിൽ വചനത്തിൽ നമ്മൾ പറഞ്ഞു ആകാശവും ഭൂമി സൃഷ്ടിച്ചതെന്ന്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ചെല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ പറയുകയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, മനോഹരമായിട്ടുള്ള ആകാശം, മനോഹരമായിട്ടുള്ള ഭൂമി, ഇത് സൃഷ്ടിക്കാൻ നമ്മൾ എത്ര വട്ടം പരിശ്രമിച്ചിട്ടും നമുക്ക് സാധിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്യാനേ പറ്റുന്നുള്ളൂ. എന്നാൽ ദൈവം ഈ പ്രപഞ്ചം ഇത്ര മനോഹരമായി, ഇത്ര നന്മയായി, ഇത്ര ദൈവാനുഗ്രഹപ്രദമായി നമുക്ക് ഒരുക്കുമ്പോൾ അത് സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഇവിടെ വിശ്വാസ പരിശീലനത്തിന്റെ ഈ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോയിലാണ് എന്ന പ്രത്യാശ എന്ന് പറഞ്ഞ് ഈ വർഷം കാറ്റഗിസം വിശ്വാസ പരിശീലനം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ 4 ചിന്തകളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനം മാതാപിതാക്കൾക്കും മക്കൾക്കും ഉണ്ടാകണം എന്നുള്ളത്. അട്രാക്റ്റീവ്, ആകർഷകമായ തരത്തിൽ എന്നെ ദേവാലയം ആകർഷിക്കുന്നതും എൻ്റെ കുടുംബ കൂട്ടായ്മയും എൻ്റെ കാറ്റഗിസവും എൻ്റെ പ്രവർത്തനം ആകർഷിക്കുന്ന നന്മയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ മുന്നോട്ട് പോകുന്നതും, എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള വഴികളിലൂടെ എൻ്റെ ജീവിത വഴികളിൽ ദൈവം അനുഗ്രഹം തരുന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതും, എല്ലാവർക്കും ഉപരി ഞാനിവിടെ വിശ്വാസം പരിശീലിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ കുടുംബത്തിന്റെ, എന്റെ പ്രവർത്തനത്തിന്റെ തൃപ്തിയായിട്ട് മാറണം എന്നുള്ളതാണ്. സ്വാഗതം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിരൂപത CLC പ്രൊമോട്ടർ എന്ന നിലയിലും കൂടി എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നുള്ളത്. അപ്പൊ അതിരൂപത CLCയുടെ കാഞ്ഞൂർ ഫൊറോന ഡയറക്ടറാണ് നമ്മളെ വിചാരിച്ചത്. അപ്പൊ അതില് ഞാൻ എപ്പോഴും CLC പ്രവർത്തനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടി പറഞ്ഞു തീർക്കുകയാണ്. പ്രാർത്ഥന, പഠന, പ്രവർത്തനം, അതിൽ ലക്ഷ്യം വയ്ക്കുന്നതാണ് സ്വയം വിശുദ്ധീകരണം. ഡയറക്ടർ വിശുദ്ധീകരിക്കപ്പെടണം, സംഘടനാ പ്രവർത്തകർ വിശുദ്ധീകരിക്കപ്പെടണം, കുടുംബങ്ങൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. എന്നാലാണ് അടുത്ത തലത്തിലേക്ക് നടക്കാൻ പറ്റുക. എന്താണ്? അയൽപക്കക്കാർക്ക് ലക്ഷ്യം. അയൽപക്കക്കാർ രക്ഷ നൽകണമെങ്കിൽ, മറ്റുള്ളവർക്ക് രക്ഷ നൽകണമെങ്കിൽ സ്വയം വിശുദ്ധീകരിക്കാൻ തയ്യാറാകണം. അങ്ങനെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ അയൽപക്കക്കാർക്ക് രക്ഷയുണ്ടാകും. ആ രക്ഷ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ സഭയുടെ നന്മയ്ക്കായിട്ട്, സഭ വിശുദ്ധീകരണത്തിനായിട്ട് ഇത് മാറ്റിവെക്കും. അപ്പോൾ നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ക്രമരഹിതമായ അസ്വസ്ഥത നിറഞ്ഞ ഈ ജീവിത സാഹചര്യത്തിൽ ലോകത്തിന്റെ പ്രകാശമായ വെളിച്ചമായ യേശു നമ്മോടൊപ്പമുണ്ട്. ഈശോയാവുന്ന പ്രത്യാശ നമ്മുടെ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഇടവക സമൂഹത്തിന്, കൂട്ടായ്മകൾക്ക്, പ്രവർത്തന മേഖലകൾക്ക് പരസ്പരം നൽകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ലോകത്തിന്റെ പ്രകാശമായ ഈശോയിൽ നിന്ന് ആ പ്രകാശം സ്വയം സ്വീകരിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായിട്ടുള്ളത്. എല്ലാ മംഗളങ്ങളും നേരുന്നു. അടുത്ത വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുമ്പോൾ കൂടുതൽ സ്കോളർഷിപ്പുകൾ ഉണ്ടാകട്ടെ, കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ, കൂടുതൽ കഴിവുള്ള കുട്ടികൾക്ക് അതിരൂപതാതലത്തിലും പുറത്തലത്തിലും അംഗീകാരങ്ങൾ കിട്ടട്ടെ. കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിനെയും നയിക്കുന്ന വികാരിച്ചിനെയും അതോടൊപ്പം തന്നെ HM-നെയും അതോടൊപ്പം തന്നെ PCC അംഗങ്ങളെയും ഈ ഇടവകയിലെ വികാരന്മാരെയും മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങളെയും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മനോഹരമായ സന്ദേശം നൽകിയ ആൻഡ്രൂസിന് നന്ദി. ഒരു ഇടവകയുടെ വിജയം അവിടുത്തെ വികാരിയച്ഛന്റെയും വിജയമാണ്. നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന റവറൻഡ് ഫാദർ ബൈജു ഇടശ്ശേരി അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ആരംഭിച്ച അത് ഫൊറോന പ്രൊമോട്ടർ, നമ്മുടെ മദ്രസ പീരിയഡ് PCC പ്രസിഡന്റ് കൈകാരന്മാർ, വൈസ് ചെയർമാൻ, നമ്മുടെ മതബോധന രംഗത്തെ HM സിസ്റ്റർ, മറ്റ് അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, കുട്ടികളെ, വിശ്വാസ പരിശീലന രംഗത്തിൻ്റെ വാർഷികാഘോഷം നാം നടത്തുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇത്. ഇടവകയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വിശ്വാസ പരിശീലനമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 12 വർഷക്കാലം കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ വേദപാഠ പഠനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ, യൂണിറ്റ് തല പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഓരോ സെമിനാറുകൾ, ധ്യാനങ്ങൾ, ഇതെല്ലാം വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ 12 വർഷക്കാലത്തേക്കുള്ള മത പഠനം, വിശ്വാസ പരിശീലനം, അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ ദിവസം അത് മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് ഇടവകയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ് കുട്ടികളെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തുക എന്നുള്ളത്. ഇവിടെ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിച്ചു. ഒത്തിരി നല്ല കാര്യങ്ങൾ, ഇത് നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം 13 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹരായിട്ട് മാറിയത്. ഒപ്പം തന്നെ ഫൊറോന തലത്തിൽ ഏറ്റവും ബെസ്റ്റ് യൂണിറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉയരുവാനായിട്ട് നമ്മുടെ പൊതിയക്കര യൂണിറ്റ് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. അപ്പൊ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഫൊറോനയിലെ ഏറ്റവും നല്ല കയ്യെഴുത്ത് മാസികയ്ക്കുള്ള എക്സലന്റ് അവാർഡ് ലഭിച്ച നമ്മുടെ യൂണിറ്റ് തന്നെയാണ്. അതും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നിൽ തീർച്ചയായും ടീച്ചേഴ്സും കുട്ടികളും അതോടൊപ്പം തന്നെ അതിനോട് കൂടെ പ്രവർത്തിക്കുന്ന PCC അംഗങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുകയും അവരെല്ലാവരെയും സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ ഈ വേദിയിൽ ഞാൻ ഓർക്കുകയുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടത് നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങളാണ്. യഥാർത്ഥ വിശ്വാസ പരിശീലനം എന്ന് പറയുക ഈ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അഭിമാനിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മക്കള് നല്ല വിശ്വാസികളായിട്ട് വളരണം എന്നുള്ളതാണ്. വിശ്വാസം അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കുറെ നമ്മൾ അവാർഡ് നേടിയെടുത്തു, കുറെ സ്കോളർഷിപ്പുകൾ വാങ്ങിക്കൂട്ടി, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് യൂണിറ്റിനുള്ള നമ്മൾ ട്രോഫി നേടി, എടുത്തുള്ള കാര്യമൊന്നുമില്ല. ഇതെല്ലാം പ്രോത്സാഹനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ കൊണ്ട് എത്തിച്ചേരേണ്ടത് നമ്മുടെ മക്കള് നല്ല വിശ്വാസിയായിട്ട് മാറുന്നു എന്നുള്ള ആ വലിയ ലക്ഷ്യത്തിലേക്കാണ്. നല്ല വിശ്വാസം പ്രകടിപ്പിക്കുക, വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളായിട്ട്, അത് മറ്റുള്ളവർക്ക് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഫലങ്ങൾ നൽകുന്ന ഒരു തലത്തിലേക്ക് വളരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വളരാനായിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുക. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, വിശ്വാസ പരിശീലന രംഗത്തുള്ള ഇതുപോലുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കളെ, വരും തലമുറയെ നല്ല സഭയുടെ മക്കളാക്കി മാറ്റുവാനായിട്ട്, സമൂഹത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റുവാനായിട്ട്, നമ്മുടെ രാജ്യത്തെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുവാനായിട്ട്, ആ ഒരു തലത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടെ ഈ ദിനത്തിലെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ഫൊറോന പ്രൊമോട്ടർ കുര്യച്ചൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചാലിശ്ശേരിയച്ച, ബഹുമാനപ്പെട്ട ബൈജു എടശ്ശേരിയച്ച, HM,
തുഷാര സിസ്റ്റർ, ബഹുമാനപ്പെട്ട മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്റ്റ മാത്യു, കൈകാരൻ ജോസാറെ, PCC പ്രസിഡന്റ് നൈജു സാർ, മറ്റു സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ പുതിയ ഇടവകയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ റോസ്മേരി ടീച്ചർ മനോഹരമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ട്രാൻസ്ഫോർമയിൽ നല്ല ഒരു യൂണിറ്റായിട്ട് മാറുവാനും കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഒരു സ്നേഹത്തോടു കൂടി ഈ ദിനത്തിൻ്റെ ഈ വിശ്വാസ പരിശീലന വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശ്വാസ പരിശീലനം എന്നത് ഒരു ഇടവകയുടെ പ്രത്യേകിച്ച് ബഹുമാനയുടെ വികാരിയച്ഛൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിനോട് ചേർന്നതുകൊണ്ട് അധ്യാപകരും മറ്റുള്ളവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആ ഇടവകയുടെ വിശ്വാസം പരിപോഷിക്കുവാനായിട്ട് കിടന്ന് പരിശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് വിജയിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷമാണ്. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, മതാധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയോട് ചേർന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചിന്തകൾ മാത്രം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു. അവർക്ക് ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു, അവരെ പഠിപ്പിക്കുന്നു. അവിടേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മൾ അവരെ കൂടെയുണ്ട്. അവർക്ക് മെച്ചപ്പെട്ട ഭാവിക്കായിട്ട് നമ്മൾ കിടന്ന് പരിശ്രമിക്കുകയും അവരെക്കാൾ മുമ്പ് തന്നെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവർക്കായിട്ട് നമ്മൾ അവരുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായ കാര്യങ്ങളിൽ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം എന്തുമാത്രം ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് പലപ്പോഴും കുട്ടികൾ കടന്നു വരിക ഒത്തിരിയേറെ താല്പര്യത്തോടു കൂടി ആവണമെന്നൊന്നുമില്ല, മാതാപിതാക്കൾ കാണിക്കുന്ന താല്പര്യമാണ്. നമുക്കറിയാം വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. നിങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ കുടുംബാന്തരീക്ഷം നമ്മുടെ കുട്ടിക്ക് ആത്മീയമായ വളർച്ച ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മുടെ കുടുംബം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന കുടുംബ പ്രാർത്ഥനകൾ, കുട്ടിയെ കൂട്ടിയിരുത്തിയിട്ടുള്ള കുടുംബ പ്രാർത്ഥനകൾ, പള്ളിയിലെത്തി വിശുദ്ധ കുർബാന പങ്കെടുക്കുക, കുട്ടിയെ കുർബാനയിൽ കൂടി കൊണ്ടുപോകുക, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ആത്മീയമായിട്ട് നമ്മൾ ഭൗതികമായിട്ട് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആ കുട്ടിയുടെ ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആ കുട്ടിയുടെ ഭാവി ശോഭനമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാം എന്തുമാത്രം താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നാം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണു തുറന്ന് നമ്മുടെ ഈ സമൂഹത്തെ ഒത്തിരി കുട്ടികളെ, യുവജനങ്ങള് ഇന്നത്തെ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആത്മീയമായ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഈശ്വരത്തെ നടക്കത്തക്ക രീതിയിൽ ആക്കി തീർക്കുവാനായിട്ട് നാം എന്തുമാത്രം കഴിയുന്നു ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരെ, ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തവരാണ്. ഈ ഇടവകയിൽ ഒത്തിരി പേരുണ്ടാകുമ്പോൾ അത് പ്രത്യേകമായിട്ട് 20ഓളം പേര് മത അധ്യാപന രംഗത്തിൽ കടന്നതുകൊണ്ട് വിശ്വാസം പരിശീലിപ്പിക്കാൻ വേണ്ടി ഈ ഇടവകയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ രംഗത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതൊരു വിളിയാണ്, ദൈവത്തിന് വലിയൊരു വിളിയാണ്. ആ വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വർദ്ധിക്കുകയാണ്. നാം പുസ്തകം എടുത്തുകൊണ്ട് നമുക്കറിയാം 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ചിട്ടിയായിട്ട് സിലബസ് സൗകര്യമായിട്ടുള്ള ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ പുസ്തകവുമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓർക്കണം, ആ പുസ്തകത്തിനുപരിയായിട്ട് ഞാൻ എന്ന മതാധ്യാപകർ തുറന്നു പിടിച്ച ഒരു പുസ്തകമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കാൻ കഴിയണം. എന്നെ ആ കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഈശോ അനുഭവം ഉണ്ടാകണം, ഒരു ഈശോ അനുഭവം ഉണ്ടാകണം. ആ കുട്ടിയുടെ വിശ്വാസ വളർച്ച എന്നെ നോക്കിയാണെന്ന് ധൈര്യപൂർവ്വം പറയുന്ന ഒരു മതാധ്യാപകനായിരിക്കണം, ഒരു മതാധ്യാപകനായിരിക്കും എല്ലാവരും കരുതുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ വർഷത്തിലൂടെ കടന്നു 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ നിങ്ങൾ കാറ്റഗിസം പഠിക്കുന്ന
അതൊരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് അത് നിർബന്ധം വെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ ഒരു പക്ഷെ പിതാവ് വന്നതുകൊണ്ടായിരിക്കാം, മതാധ്യാപനം നിർബന്ധമായിരിക്കാം. പക്ഷെ ഓർക്കണം, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസ പരിശീലനത്തെ വിശ്വാസം പരിശീലിക്കുക, ഈശോടൊപ്പം നടക്കത്തക്ക രീതിയിൽ ആയിത്തീരുവാൻ വേണ്ടിയിട്ട് 12 വർഷങ്ങളോളം ചിട്ടയായി പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസം പരിശീലിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറുന്ന മഹാ അത്ഭുതം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട്, വിശ്വാസ പരിശീലനം ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് ഓരോ കുട്ടികളും കാണേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിന്റെ കുടുംബത്തിലേക്ക് വരാം, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് വരാം. നാം നോക്കണം, നിങ്ങളോട് ചോദിക്കണം, എന്റെ കുടുംബം എന്താണെന്ന്. നിങ്ങൾ പിറകോട്ട് തിരിഞ്ഞു നോക്കൂ. ഇവിടെ ഇരിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള 50, 60, 70 വയസ്സ് പ്രായമുള്ളവരുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ കടന്നുപോയ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കൂ. അവിടെ എന്തുമാത്രം സന്തോഷകരമായ അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളൂ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോയത് കുടുംബത്തിലെ മാതാപിതാക്കളൊപ്പം സന്തോഷമായി കഴിഞ്ഞത്, സഹോദരനോട് സന്തോഷമായി കഴിഞ്ഞത്, പിന്നീട് നമ്മൾ വളർച്ചയും ഓരോ ഘട്ടം കടന്നുപോയി അവസാനം സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നമുക്ക് ജോലിയായി, നമ്മൾ വിവാഹം കഴിച്ചു, കുടുംബമായി, കുട്ടികളായി സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാം എത്രയോ നാളുകൾ. ഓർക്കുക, ഈ സന്തോഷത്തോടൊപ്പം എത്രയോ വേദനകരമായ അനുഭവങ്ങൾ കടന്നുപോയിട്ടുള്ളത്. വേദനിക്കുന്ന അനുഭവങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, രോഗങ്ങള്, മാത്രമല്ല ഒത്തിരിയേറെ പ്രശ്നങ്ങള്. നോക്കൂ, എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ മാതാപിതാക്കള്, എന്റെ സഹോദരങ്ങള്, എന്റെ അയൽവക്കാര്, ഞാൻ അറിയുന്നവർ ഒത്തിരിയേറെ പേര് മരണം മൂലം വേർപെട്ടു പോയിരിക്കുന്നു. വേദനിക്കുന്ന അനുഭവങ്ങള് എന്തുമാത്രം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓർക്കണം, നിങ്ങള് നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. പിറകോട്ട് നോക്കിക്കൊണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതാനുഭവത്തിനുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാം കടന്നു പോകാനായിട്ട് സദൈര്യം എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ കുട്ടികൾക്ക് നിങ്ങൾ വെളിച്ചമായി മാറണം. നിങ്ങളുടെ അനുഭവങ്ങള് ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും കുട്ടികളെ പ്രേരിപ്പിക്കുന്നവരാണ്. ഓർക്കണം, ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. നമ്മളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രായമായി പിറകോട്ട് നോക്കൂ. എത്രയോ വിശുദ്ധ കുർബാനയിൽ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ എണ്ണി നോക്ക്. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യും. ഇത്രയും വർഷങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ച് ഞാൻ എത്രയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് വിശുദ്ധ കുർബാന? എനിക്ക് ബോധ്യപ്പെടുകയാണ്. ആ വിശുദ്ധ കുർബാനകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. എന്താണ് വിശുദ്ധ കുർബാന? അറിയാം, ഈശോയുടെ ജനനവും ജീവിതവും പീഡാസനവും മരണവും ഉത്ഥാനവും എല്ലാം നമ്മൾ ആ വിശുദ്ധ കുർബാന അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ പത്തിലൂടെ കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് ദിവസങ്ങൾ ആയിരക്കണക്കിന് കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഓർക്കണം, ഓരോ വിശുദ്ധ കുർബാനയിലും അവസാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ ഈശോയുടെ പങ്കെടുക്കാനുള്ള ആശീർവദിക്കുമ്പോൾ അതൊരു അവസാനമല്ല. ആ വൈദിക ഈശോ നമ്മോട് പറയാതെ പറഞ്ഞ കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോയി ഞാൻ ജീവിച്ചതുപോലെ ജീവിക്കാനാ പറഞ്ഞത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കാനാ പറഞ്ഞത്. ഞാൻ എങ്ങനെയാ ജീവിച്ചത്? ഓർക്കണം, നമ്മള് ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈശോ എന്താ പറയുന്നത്? ഈശോ കരുണയായിരുന്നു, ഈശോ സ്നേഹമായിരുന്നു, ഈശോ സഹനത്തിന് വഴികൾ കടന്നുപോയതാണ്, ത്യാഗങ്ങൾ ഏറ്റെടുത്തവനാണ്, ഈശോ ക്ഷമയായിരുന്നു. ആ ഈശോ പറയുകയാണ്, ഓരോ വിശുദ്ധ കുർബാനയിൽ കഴിയുമ്പോൾ ആശീർവദിച്ചു പറയുന്നു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങള് എന്നെ പോലെ കരുണയായി മറ്റൊരു കരുണ കാണിക്കി, നിങ്ങൾ എല്ലാവരും സ്നേഹിക്കി, ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങളുടെ സഹനത്തിന് വഴികൾ കടന്നുപോകുക, എല്ലാം ക്ഷമിക്കും മക്കളെ എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഓരോ കുർബാനയും കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറുവാനുള്ള ആ ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഇത് തന്നെയാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു സംഭവം ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നത് കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് ഒരാൾ വെല്ലുവിളിയും ജീവിക്കുന്നു. അവരുടെ വിവാഹം 60 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്
ഏതാണ്ട് 80 വയസ്സിൽ പ്രായമുള്ളവർ. ആ വല്യമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. നമുക്ക് സാധാരണ പോലെ തന്നെ കുർബാനയിൽ കഴിഞ്ഞ് പുറത്താകെ വീട്ടിലേക്ക് വരും. ആ വല്യപ്പ എല്ലാ ദിവസവും പള്ളി പോകില്ല, പക്ഷെ സാധാരണ പള്ളി പോകുന്ന ആൾ തന്നെയാണ്, എല്ലാ ദിവസവും പള്ളി പോകുന്ന ആളില്ല. അങ്ങനെ 60 വർഷക്കാലം ആ വല്യപ്പനെ ഒരുമിച്ച് ജീവിച്ചു. ഒരു ദിവസം കേട്ട് വാർത്തയുണ്ട്, ആ വല്യമ്മ മരിച്ചു. ആരോ വല്യമ്മയെ തല്ലിക്കൊന്നു. ആ വല്യമ്മയെ തല്ലിക്കുന്ന വല്യപ്പൻ തന്നെയായിരുന്നു. ആ വല്യപ്പൻ തന്നെ വിശുദ്ധിയായ വല്യമ്മയെ തല്ലിക്കൊന്നു. 60 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച വല്യപ്പൻ വല്യമ്മയും എന്താ കാര്യം അറിയാമോ? വല്യമ്മ എല്ലാ ദിവസവും പള്ളി പോകും, കുർബാന പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും, വീട്ടിലേക്ക് വരും. വീട്ടിൽ ചെന്നാൽ മാറും. ആ വല്യപ്പൻ പാവം അവിടെ കെട്ടി താമസിക്കുന്നതാ. എല്ലാ ദിവസവും വല്യപ്പൻ നിരന്തരമായിട്ട് ഹരാസിക്കൊണ്ടിരുന്നു. 60 വർഷക്കാലം വല്യപ്പൻ സഹിച്ചു. അവസാനം സഹിക്കട്ടായിരിക്കണം വല്യപ്പൻ വല്യമ്മയെ അടിച്ചു കൊന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത. അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധ കുർബാന എന്നത് സജീവമായി പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എന്റെ ജീവിതത്തിന് അത് അനുഭവമാക്കി മാറ്റാൻ കഴിയണം. ഈശോയുടെ അനുഭവമാക്കി മാറ്റാൻ കഴിയണം. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ദൈവത്തിന്റെ കൃപ നിറയുന്നതാണ് ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധത്തോടുകൂടി നമ്മൾ ദേവാലയത്തിൽ പോകണം. പ്രിയമുള്ളവരെ ഓർക്കണം, നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കണം, കണ്ണുകൾ നോക്കണം, എല്ലാം കാണണം, നടക്കുന്ന സംഭവങ്ങൾ കാണണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിലെ ഒരു വാർത്തയുണ്ട്. ചേർത്തിനടുത്ത് ഏതാണ്ട് 3-4 സ്ത്രീകളെ കാണാനായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്ന ഒരു പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. ആ പേരുകാരൻ സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണ്. ഓർക്കണം, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നമ്മുടെ പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാവുന്നത്, സഭയിൽ അംഗമായിരുന്നു ക്രിസ്ത്യാനിയാവുന്നത്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറണം, ഈശോടൊപ്പം നടക്കുന്നവരായിട്ട് മാറണം. പ്രിയമുള്ളവരെ, നാം അഭിമാനത്തോടുകൂടി ഈശോയുടെ കരത്തിൽ നടക്കുകയും കുട്ടികളെ കരത്തിൽ നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഓർക്കണം, നാം സമ്പാദിക്കുന്നതൊക്കെയും വീട്ടിലിടും. ശ്മശാനം വരെയും മാതാപിതാക്കളും ബന്ധുക്കളും വരും. പിന്നെ നമ്മെ അനുഗമിക്കും നമ്മുടെ സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും മാത്രം. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ ആയിത്തീർന്നാലും ഓർക്കണം, ഒരു നാൾ താൻ യാത്ര ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും അതിലൂടെ എല്ലാ ആശംസകളും ആശംസ സന്ദേശം നൽകിയ കുര്യത്തിൽ സാറിന് നന്ദി. അടുത്തതായി ആശംസകൾ നിന്ന് സംസാരിക്കുന്നതിനായി മദർ സുപ്പീരിയർ സിസ്റ്റർ ഋഷ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്നേഹമുള്ള ദേവേച്ച ഞങ്ങൾക്കായി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ആചാര്യൻ, ഈ വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ പുതിയക്കര ഇടവകയുടെ മതബോധന ദിനം, 1 വാർഷിക ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ പൊരിച്ച ദിനമാണ്. നമ്മുടെ സ്നേഹമുള്ള ഗൈഡൻസിന്റെയും പ്രധാന അധ്യാപകരുടെയും നേതൃത്വത്തിൽ PCCയോട് ചേർന്ന് ഇവിടെ ഈ മക്കൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിൽ അവർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. നമ്മുടെ മതാധ്യാപകര് അവരുടെ പാഠ്യവിഷയങ്ങളോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് ആശാവഹമാണ്. നമുക്കറിയാം, ഈ വിശ്വാസ പരിശീലനത്തില് മതാധ്യാപകരോടൊപ്പം തന്നെ വളരെയേറെ പങ്കുവഹിക്കേണ്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. കുട്ടികളുടെ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ മാതൃക മാതാപിതാക്കളും അധ്യാപകരുമാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം ആത്മകഥയിൽ പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം വീട്ടില് എൻ്റെ മാതാപിതാക്കള് 5 പ്രാവശ്യം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സത്യസന്ധതയും അക്ഷരബോധവും എൻ്റെ അമ്മയുടെ ആർദ്രമായ ദയയും അതോടൊപ്പം തന്നെ നന്മയുടെ വിശ്വാസവും അവരിൽ നിന്ന് കണ്ടുപഠിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം,
വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധരായ മക്കളുണ്ടാവുക. വിശുദ്ധ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ അമ്മ സെലിബറിനും അപ്പച്ചൻ ലൂയി മാർട്ടിനും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയെന്ന് നമുക്കറിയാം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രാഹമിനെ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ ഏത് ജീവിത മൂല്യങ്ങളിൽ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ കണ്ടാണ് മക്കൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മക്കളും. അതായത് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ഒടുക്കാവും ചെയ്യപ്പെടുന്നത് മാതാപിതാക്കളുടെ വാക്കിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നുമാണ്. നമ്മുടെ ഈ ഇന്ന് വായിച്ച റിപ്പോർട്ടിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ മക്കള് കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് അതോടൊപ്പം നിങ്ങൾ ചെയ്ത കാര്യപ്രവർത്തികളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടു. അതിനെല്ലാം നിങ്ങൾക്ക് ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും നിങ്ങളുടെ വിശ്വാസ പരിശീലന രംഗത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സംസാരിക്കുന്നതിനായി അനഘ ആനന്ദിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം പ്രസരിപ്പിക്കുന്നതിനുള്ള വേദിയാണ്. ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിച്ചേരലാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ജീവിതത്തിൽ വിശ്വാസം വലിയ ബോധ്യങ്ങളാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് നാം ഓരോരുത്തർക്കും ഉള്ളത്. വിശ്വാസ പരിശീലനം വഴി കുട്ടികളായ നമുക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് പകരുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലും ഇതര കൂദാശകളിലുമുള്ള ആഴമായ ബന്ധം കഴിഞ്ഞാൽ വിശ്വാസ സഭയിലെ ഒരു കുട്ടി ചെന്ന് നിൽക്കേണ്ടത് വിശ്വാസ പരിശീലന മതപഠന ക്ലാസ്സിലേക്കാണ്. വിശ്വാസവും സന്മാർഗവും ആഴപ്പെടുത്തുക എന്നതായിരിക്കണം വിശ്വാസ പരിശീലന ക്ലാസുകൾ കൊണ്ട് കുട്ടികളായ നാം ലക്ഷ്യം വയ്ക്കേണ്ടത്. വിശ്വാസ പരിശീലന കളരി അതിന്റെ പൂർണ്ണതയിലെത്താൻ 3 ഘടകങ്ങൾ അനിവാര്യമാണ്. 1. ഈശോയെ പഠിക്കുക. 2. പഠിച്ചത് ജീവിക്കുക. 3. ജീവിച്ചത് പ്രാവർത്തികമാക്കുക. ഇത്തരം ഒരു ജീവിതം എത്തി നിൽക്കുന്നത് ഈശോയിലായിരിക്കും. അവിടുത്തെ രക്ഷയും സ്വർഗരാജ്യത്തിലുമായിരിക്കും. അതുകൊണ്ടാണ് മാതാപിതാക്കളും ശ്രദ്ധയിലായിരുന്നാൽ മാത്രമേ വിശ്വാസ പരിശീലനം വിജയിക്കൂ എന്ന് പറയുന്നത്. മതബോധനം സഭയുടെ അവകാശവും ചുമതലയുമാണെന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ജയ് ഹിന്ദ്. ആശംസകൾ സംസാരിച്ച അരക്കി താങ്ക് യു. അടുത്തതായി പുതിയ ഇടവക കൈക്കാരൻ ശ്രീ ജോസ് പള്ളശ്ശേരിയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ വൈദ്യുത ഉദ്ഘാടകൻ ആൻഡ്രൂ ചാരിസ് ലഭിച്ച നമ്മുടെ കുരിയച്ചൻ സാർ ഭവന പ്രവർത്തകർ, മദർ സുപ്പീരിയർ മിസ്റ്റർ മാത്യു, നമ്മുടെ HM തുഷാര സിസ്റ്റർ, നൈജോ, സ്നേഹം നിറഞ്ഞ ഇടവാണ്. വിശ്വാസ പരിശീലന വർഷത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് എല്ലാം നമ്മുടെ വൈദികർക്ക് അതേമാതിരി കുരിയച്ചൻ സാർ സംസാരിക്കുകയാണ്. ഒരു ഇടവയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മതബോധന ക്ലാസ്സാണ്. മതബോധന ക്ലാസ്സിന് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഇടവ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൈദ്യുതി സീനിയറിന്റെ അധ്യക്ഷതയിൽ HMന്റെ നേതൃത്വത്തിൽ നല്ലൊരു അധ്യാപക സംഘം തന്നെ നമുക്കിവിടെ ഉണ്ട്. അവരുടെ സേവനം ഏറ്റവും ഭംഗിയായി നമ്മൾ അവർക്ക് അഭിമാനവും അർഹിക്കുന്നവരാണ്. അവർക്ക് പുതിയ ഇടവേളയിലുള്ള എല്ലാ ആശംസയും പ്രാർത്ഥനയും നമ്മൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് വാങ്ങിച്ച എല്ലാ കുട്ടികളും മറ്റേ സ്കോളർഷിപ്പിന്റെ പേര് നമ്മൾ പറഞ്ഞു, അത് ഇരട്ടി അടുത്ത വർഷം നമുക്കുണ്ടായിരിക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അധ്യാപകർ അവരുടെ
സ്നേഹം വികാരിച്ച ആൻഡോ ചാലിശേരിച്ച പ്രമോദ് കുര്യച്ചൻ സാറ്, മദർ സുപ്പീരിയർ നിഷ മാത്യു, എച്ച് എൻ തുഷാര, കൈക്കാരന്മാരെ, വൈസ് ചെയർമാൻ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുട്ടികളെ, PCC അംഗങ്ങൾ, ഞങ്ങൾ പറഞ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഓർഡർ ഒന്ന് കുറച്ച് പറഞ്ഞാൽ മതി. കാരണം ബാക്കിയുള്ളത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും വിശ്വാസ പരിസരത്തെ പറ്റി പറയാവുന്ന മാക്സിമം പറഞ്ഞു. എന്നാൽ ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ 12 വർഷം ഇവിടെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ദേവാലയത്തിൽ ഇറങ്ങുന്ന കുട്ടികൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഇവിടെ ഇറങ്ങുന്ന കുട്ടികൾ അത്രയേറെ അവര് ക്രിസ്തുവിന് വേണ്ടി പൊരുതുന്ന അവരാണ് നമ്മുടെ സഭയുടെ തട്ടലുകൾ. അവരിലൂടെയാണ് സഭ വളരുന്നത്. അവരത് മുറുകെ പിടിക്കണം. ഇവിടെ നിന്ന ഓരോ കുട്ടികളും നല്ല ഉത്തമ ക്രൈസ്തവരായിട്ട് സഭയ്ക്ക് വേണ്ടി പോരാടുന്ന നല്ല മക്കളായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പിന്നെ ഈ വർഷം നമ്മുടെ യൂണിറ്റ് കാഞ്ഞൂർ ഭവനയിൽ A ഗ്രേഡ് കരസ്ഥമാക്കി 9 കുട്ടികളെ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. ശരിക്കും അതിൽ നമ്മൾ മാതാപിതാക്കളോടൊപ്പം നമ്മൾ ഏറ്റവും അതിൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഇവിടെയുള്ള അധ്യാപകരാണ്. ഞായറാഴ്ചകളിൽ ഒരു പ്രതിഫലവും കൂടാതെ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിശ്വാസ പരിശീലനം കൊടുക്കുന്ന, അതായത് ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി A ഗ്രേഡ് കരസ്ഥമാക്കി. അതിൽ PCC അതായത് പേരൻസിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള എല്ലാ അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കും. അതോടൊപ്പം എനിക്ക് നന്ദി പറയാനുള്ളത്, ഞങ്ങളൊരു 10 പേര് PCC പേരൻസിന്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 10 പേര് എന്ത് കാര്യത്തിലും വിളിച്ചാൽ ഈ 10 പേരും ഞങ്ങളോടൊപ്പം നിന്ന് ഓരോ കാര്യങ്ങൾക്ക് എന്നോടൊപ്പം ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളിൽ കൂടുതൽ അവർക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കാറ്റഗറിസം പഠിക്കുന്ന പിള്ളേരില്ല, വിവാഹം കഴിക്കാത്തവരുണ്ട്. അവരെല്ലാം സജീവമായിട്ട് ഇന്നലെ മുതൽ അവരെല്ലാവരും ഇവിടെ കാറ്റഗറിസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സജീവമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അവർക്ക് ശരിക്കും നമ്മൾ പേരൻസിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ മംഗളങ്ങളും നൽകുന്നു. നമസ്കാരം. താങ്ക് യു ചേട്ടാ. അടുത്തതായി സമ്മാനദാനം. കുട്ടികളെ നമ്മുടെ സമയം നിങ്ങളുടെയൊക്കെ മുഖത്ത് അക്ഷരമാരായിട്ട് ഇരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം. നമ്മുടെ സമ്മാനാർഹരായിട്ടുള്ള എല്ലാ കുട്ടികളും പെട്ടെന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോകണം. നമുക്ക് 4 എൻഡോമെന്റുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പലപ്പള്ളി പാപ്പച്ചേട്ടന്റെ പേരുള്ള കുന്നേക്കാടൻ പോളൻ ചേട്ടൻ, മനു ജോസ് കുന്നേക്കാടൻ, പിന്നെ ഡിജോ പട്ടത്തി എന്നിവർ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 എൻഡോമെന്റുകളാണ്. അത് നമ്മുടെ 10ാം ക്ലാസ്സിലെ A+ കൂടി 1ാം സമ്മാനത്തിന് അർഹമായത് പള്ളശ്ശേരി ഡിസ്ട്രിക്ട് അൽപിതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സമ്മാനദാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ആൻഡോ ചാലിശ്ശേരി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് കടന്നു വരണം കേട്ടോ. 12ാം ക്ലാസ്സിൽ 1ാം സമ്മാനത്തിന് A ഗ്രേഡോട് കൂടി കൊച്ചുവീട്ടിൽ സജി അനാമിക. നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നപ്പോൾ നല്ലൊരു ഐഡിയ കൊടുത്തേ. നമുക്ക് സ്കോളർഷിപ്പ് A+ കൂടി സ്കോളർഷിപ്പിന് 5ാം ക്ലാസ്സിലെ മുളകരിക്കൽ ഡേവിസ് ആൻഡ്രിയ, പെരിങ്ങാടൻ സാജു സാവിയോ. 6ാം ക്ലാസ്സിലെ ആച്ചാണ്ടി സെറിൽ നിയ. 8ാം ക്ലാസ്സിലെ കുന്നേക്കണ്ണൻ ബിനീഷ് സാറ ജോസ്. ഇനി നമുക്ക് A ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ്. 4ാം ക്ലാസ്സിലെ വരനാൻ ജോയ് സോളമൻ, 7ാം ക്ലാസ്സിലെ ആനക്കാടൻ ജോസഫ് സെന്ന റോസ്, 8ാം ക്ലാസ്സിലെ ആൻറ്റാണ്ടി മാർട്ടിൻ കെൻടോ, 9ാം ക്ലാസ്സിലെ പള്ളശ്ശേരി നൈസൻ അൽഫോൺസ, കുന്നേക്കാടൻ ജോണി ഐറിൻ, 10ാം ക്ലാസ്സിലെ ചക്കേത്ത് മൂട ജെയ്സൺ ജസ്റ്റീന, കന്നപ്പള്ളി ജിമ്മി ട്രീസ,
നിങ്ങളുടെ കയ്യടി മോശമായി നിങ്ങൾ കുട്ടികൾ പതുക്കെ വരുന്ന അവരുടെ നിങ്ങളൊന്ന് സ്പീഡ് വന്നേ. നമ്മുടെ സ്കൂൾ തലത്തിലെ അക്കാഡമിക് ഇയറിൽ 10ാം ക്ലാസ്സിൽ ഫുൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ തോട്ടപ്പള്ളി ജിജോ അതുല്യ. 12ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലും A+ഓടെ പാസ്സായ ആച്ചാണ്ടി മാർട്ടിൻ ജൂലിയറ്റ് മേരി. കുട്ടികളെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ലോഗോസിന് സമ്മാനം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എഫ് ഗ്രൂപ്പിനെ 1ാം സ്ഥാനത്ത് എത്തിയത്, ഇടവക തലത്തിൽ 1ാം സ്ഥാനം എത്തിയത് കൊച്ചുദേശം ജോണി പള്ളശ്ശേരി. നിങ്ങൾ ഒന്ന് എണീറ്റ് പുറത്ത് നിന്ന്, എല്ലാവർക്കും സമ്മാനാർഹരായ അറിയാം, എണീറ്റൊന്ന് വന്ന് നിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 2ാം സ്ഥാനത്ത് എഫ് ഗ്രൂപ്പിൽ PV വർഗീസ് പള്ളശ്ശേരി. ഗ്രൂപ്പ് ഇയിലെ 1ാം സമ്മാനവും ഇടവക തലത്തിൽ 2ാം സ്ഥാനത്തും എത്തിയത് ബീന ജോസ് പള്ളശ്ശേരി. ഗ്രൂപ്പ് ഇയിലെ 2ാം സ്ഥാനവും ഇടവക തലത്തിൽ 3ാം സ്ഥാനത്തും എത്തിയത് ലില്ലി തോമസ് പള്ളശ്ശേരി. ഏറെ ബുദ്ധിമുട്ടി അവർ പഠിച്ചത്, നല്ലൊരു കൈയ്യടിയൊക്കെ കൊടുത്ത് നിങ്ങളെ. ഗ്രൂപ്പ് ഡിയിലെ 1ാം സമ്മാനത്തിന് അർഹമായത് അമ്പിളി ജസ്റ്റിൻ പള്ളശ്ശേരി. 2ാം സ്ഥാനത്ത് ഗ്രൂപ്പ് ഡിയിലെ റോസ്മേരി ജോണി കുന്നക്കാടൻ. ഗ്രൂപ്പ് സിയിലെ 1ാം സ്ഥാനത്ത് അർഹയായത് അന്ന ജോണി കുന്നക്കാടൻ. 2ാം സ്ഥാനം ഫ്ലോറിൻ ഡേവിസ് മുളവരിക്കൽ. ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനത്തിന് അർഹൻ അൽഫിന ജസ്റ്റിൻ പള്ളശ്ശേരി. 2ാം സ്ഥാനം ഇമ്മാനുവൽ ജോയ് മഞ്ഞളി. ഗ്രൂപ്പ് എയിലെ 1ാം സമ്മാനത്തിന് അർഹമായത് ആൻഡ്രിയ ഡേവിസ് മുളവരിക്കൽ. 2ാം സ്ഥാനം ഇവാൻ വർഗീസ് കുന്നേക്കാടൻ. ഇനി നമ്മുടെ ക്യാൻറ്റീൻസും എല്ലാ ക്ലാസ്സിലും 1ാം സമ്മാനവും 2ാം സ്ഥാനം കിട്ടിയ കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വരണം. ഇനി നമുക്ക് നമ്മുടെ ഓരോ ക്ലാസ്സിലെയും ഒന്ന് സമ്മാനം കൊടുക്കാനായിട്ട് അച്ഛൻ കുഴപ്പമില്ല. അച്ഛൻ നമ്മുടെ 1ാം ക്ലാസ്സിലെ തണ്ടപ്പള്ളി ദിനീഷ് അൽഫോൻസ. 2ാം സ്ഥാനത്ത് പയ്യപ്പള്ളി ആന്റണി ആദം ജൂഡ്. 2ാം ക്ലാസ്സിലെ 1ാം സമ്മാനം കന്നപ്പള്ളി അനൂപ് അനക. 2ാം സ്ഥാനം പുളിക്കൽ ജോബി കുളിനൻ. മൂന്നാം ക്ലാസ്സിലെ 1ാം സ്ഥാനത്ത് 2 കുട്ടികളാണ്. ചോരൻ ജിസ്മോൻ നീല, ചുറ്റുപുറക്കൽ ബിജു പിയോ. 2ാം സ്ഥാനത്ത് കീഴത്തൻ സോണി ഏഞ്ചൽ മരിയ. 3ാം ക്ലാസ്സിൽ ബി ക്ലാസ്സിലെ കുന്നേക്കാടൻ റിജോ ആൻഡ്രിയ, ആച്ചാണ്ടി സിറിൽ നൈസ. 2ാം സ്ഥാനത്ത് പദപ്പള്ളി ജെയിംസൺ ജുവൽ മേരി. 4ാം ക്ലാസ്സിലെ 1ാം സമ്മാനം വരങ്ങാൻ ജോയ് സോളമൻ, പള്ളശ്ശേരി വിനയ് ഇസ തെരേസ. 5ാം ക്ലാസ്സിലെ 1ാം സമ്മാനം മുളവരിക്കൽ ഡേവിസ് ആൻഡ്രിയ. 2ാം സമ്മാനം പെരിങ്ങാടൻ സാജു സാബിയോ. 6ാം ക്ലാസ്സിലെ 1ാം സമ്മാനം ആച്ചാണ്ടി സിറിൽ നിയ. 2ാം സ്ഥാനം തൈലക്കാരൻ പറമ്പിൽ തോമസ് റോസ്മേരി. 7ാം ക്ലാസ്സിലെ എ ഡിവിഷനിലെ 1ാം സമ്മാനത്തിന് അർഹമായത് ആച്ചാണ്ടി പള്ളശ്ശേരി നൈസൻ ആൽഫ്രഡ്, മഴഞ്ചേരി ബെന്നി ഏഞ്ചൽ. 7ാം ക്ലാസ് ബിയിലെ ആനക്കാടൻ ജോസഫ് സെന്ന റോസ്. 2ാം സ്ഥാനത്ത് കുന്നേക്കാടൻ റെന്നി എൽബിയ. 8ാം ക്ലാസ്സിൽ 1ാം സമ്മാനം കുന്നേക്കാടൻ ബിരീഷ് സാറ റോസ്
രണ്ടാം സമ്മാനം ആർച്ചാണ്ടി മാർട്ടിൻ കെൻഡോ. 9ാം ക്ലാസ്സിലെ കുന്നേക്കാടൻ ജോണി ഐറിൻ. രണ്ടാം സമ്മാനം പള്ളശ്ശേരി നൈസൻ അൽഫോൻസ. 10ാം ക്ലാസ്സിലെ 1ാം സമ്മാനം പള്ളശ്ശേരി ജസ്റ്റിൻ അൽബിന. ചക്കേത്ത് മോഡൽ ജെയ്സൺ ജസ്റ്റീന. 11ാം ക്ലാസ്സിലെ 1ാം സമ്മാനം ആർച്ചാണ്ടി ഡേവിസ് ഡെല്ല. രണ്ടാം സമ്മാനം താനത്താൻ ഡേവിസ് ആൻഡ്രിയ. 12ാം ക്ലാസ്സിലെ 1ാം സമ്മാനം കൊച്ചുവീട്ടിൽ സജി അനാമിക. രണ്ടാം സമ്മാനം കോലഞ്ചേരി സാബു മികിൽ തെരേസ. ഇനി നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ക്യാമ്പസിലെ എല്ലാ ദിവസവും പ്രസന്റ് ആയ ഫുൾ അറ്റൻഡൻസ് നേടിയ കുട്ടികളെയാണ് വിളിക്കുന്നത്. അവയെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാം. നമുക്ക് നമ്മുടെ അച്ഛന് കൊടുത്ത് നിന്നൽപ്പം അവസ്ഥയെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രൊമോട്ടർ സാറിനെ വിളിക്കാം. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 1ാം ക്ലാസ്സിൽ 4 പേരാണ്. പട്ടത്തി ജോസ് ജഷ്റൂൺ, ചക്കേത്തുകൂട ജെയ്സൺ ജുവാന, കുന്നേക്കാടൻ ജസ്റ്റിൻ ഇസ, തണ്ടപ്പള്ളി ജിനീഷ് അൽഫോൻസ. കുട്ടികൾ അവരൊക്കെ പെട്ടെന്ന് കയറ്റിവിട്ട്. 2ാം ക്ലാസ്സിലെ ചൊവ്രൻ ജിനോ ജൂ, പുളിക്കൽ ജോബി മിലൻ, താനത്താൻ സബി അനൽ. 3ാം ക്ലാസ്സിലെ ചുറ്റുപുറക്കൽ ബിജു ബിയോൺ, കാളാപ്പറമ്പിൽ ജിനീഷ് ജുവാന, കുന്നേക്കാടൻ ബിജോ ആൻഡ്രിയ, വാളഞ്ചേരി നൈജോ സെലീന റോസ്. 4ാം ക്ലാസ്സിലെ കുന്നേക്കാടൻ ജോഷി ജുവൽ, പയ്യപ്പള്ളി അജീഷ് ജുവൽ മരിയ. 5ാം ക്ലാസ്സിലെ കന്നപ്പള്ളി ജിജോ ക്രിസ്റ്റോ, തണ്ടപ്പള്ളി ജിനീഷ് സാമുവൽ, മുളവൈക്കൽ ഡേവിസ് ആൻഡ്രിയ. പേരുകൾ കേട്ടിട്ടാവണം നിങ്ങളുടെ കൈകൾ വെറുതെയിരിക്കണം. ഇടയ്ക്കൊന്ന് കൈയെടുത്ത്. 6ാം ക്ലാസ്സിലെ ആറ്റാണ്ടി ബിനോ ജോന, കന്നപ്പള്ളി ആൻഡോ ആരോൺ, താനത്താൻ സെബി ആബേ, തൈലക്കാരൻ പറമ്പിൽ തോമസ് റോസ്മേരി, വെളുത്തേപ്പള്ളി ഡെന്നി എൽവിൻ ആൻഡോ. 7ാം ക്ലാസ്സിലെ കന്നപ്പള്ളി ജിജി ക്രിസ് ജോസ്, പുത്തൻപുര ഷാജു ഷാൻ, താനത്താൻ ജോൺ നെൽവിൻ. പുളിക്കൽ ജോബിൻ മെറിൻ മരിയ, താനത്താൻ ബൈജു ക്രിസ്റ്റോ, താനത്താൻ സെബി ആസ്പിൻ, ആനക്കാടൻ ജോസഫ് സെന്ന റോസ്, കുന്നേക്കാടൻ ജോണി ജെയ്റോസ്. 8ാം ക്ലാസ്സിലെ തണ്ടപ്പള്ളി ദിനേഷ് ഐബൻ, കുന്നേക്കാടൻ റിജോ ആൻ മരിയ, കുന്നേക്കാടൻ സെബി ഐറിൻ, പള്ളശ്ശേരി ഷാജോ ആൻ മരിയ, താനത്താൻ ഡേവിസ് അൽബീന, വലുരൻ മാർട്ടിൻ മെറിൻ. 9ാം ക്ലാസ്സിലെ കുന്നേക്കാടൻ ജോണി ഐറിൻ. 10ാം ക്ലാസ്സിലെ കുന്നേക്കാടൻ സെബി ഓസ്റ്റിൻ, പയ്യപ്പള്ളി അജീഷ് ആൻസിയ, പാലാട്ടി സിജോ മരിയ, കന്നപ്പള്ളി ജിമ്മി ട്രീസ മേരി, ചക്കേത്ത് ജെയ്സൺ ജസ്റ്റീന. പതിനൊന്നാം ക്ലാസ്സിലെ ആന്റണി ഡേവിസ് ഡെല്ല, പട്ടത്തി ജോസ് ഇവാഞ്ചലിൻ, വല്ലുരൻ മാർട്ടിൻ മരിയ. 12ാം ക്ലാസ്സിലെ വെളുത്തേപ്പള്ളി ഡെന്നി എൽവിൻ പോൾ. ഇനി നമുക്ക് 4 ടീച്ചേഴ്സ് എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. കുട്ടികളെ പരിഗണിച്ചതുപോലെ തന്നെ ടീച്ചേഴ്സിനെ പരിഗണിച്ചിട്ടുണ്ട്. 1 ജോഷി പുത്തൻപുര, 2 റീമ ഡേവിസ് കുന്നേക്കാടൻ, റോസ്മേരി ജോണി കുന്നേക്കാടൻ, ജിജി ജോഷി പള്ളശ്ശേരി. ഒരു കുട്ടിയുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മരിയ സിജോ പാലാട്ടെ എ ഗ്രേഡാണ് കുട്ടിക്ക് നമുക്ക് കിട്ടിയത്. നമ്മുടെ പേരിൽ എഴുതാൻ വിട്ടുപോയതാണ്.
ഒരു ഏതെങ്കിലും കുട്ടികൾ നമ്മൾ ഫുണ്ടമെന്റ്സിലോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ജോഹാൻ ജെയ്സൺ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടിയെന്ന് ഷക്കീത്ത് മൂണ, ജെയ്സൺ, ജോഹാൻ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരാണ്ട് പേര് പോയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ സമ്മാനദാനം കഴിഞ്ഞാണ് നമുക്കത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഇന്നത്തെ വാർഷികാഘോഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ലാറ്റിൻ അമേരിക്കൻ ബിഷപ്പായിരുന്ന ഫാദർ മുൾട്ടൻ ജോഷി പറഞ്ഞു വെക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ, മരിച്ച് ഇവിടെ നിന്ന് സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണുള്ളത്. 1, നിങ്ങൾ പ്രതീക്ഷിച്ച പലരെയും അവിടെ കാണില്ല. 2, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരെയും അവിടെ കണ്ടെത്തിയിരിക്കും. 3-ാമത്തെ കാര്യം, നിങ്ങൾ അത്ഭുതപ്പെടും ഞാൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്. അതെ, വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മളെല്ലാം ആർജിച്ചെടുക്കുന്നത് ആ 3-ാമത്തെ കാര്യത്തിലേക്ക് തന്നെയാണ്. നമുക്ക് എങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലേക്ക് എത്താം. വിമാനത്തിന് പറക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ഊർജ്ജം കൊണ്ട് തന്നെയാണ്. പുതിയകര ഇടവകയുടെ വിശ്വാസ പരിശീലനത്തിന്റെ വാർഷിക ആഘോഷം നടക്കുന്ന ഈ അവസരത്തിൽ ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും അതിരുപേരയുടെ CLC പ്രൊമോട്ടറായിരുന്ന നമ്മുടെ ലിജോ ചാലിശ്ശേരി അച്ഛൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പുതിയകര ഇടവകയിൽ കുറേ സമയം നമ്മളോട് കൂടെയുണ്ട്. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയകരയുടെ ശക്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛൻ പ്രചോദനാത്മകമായ വാക്കുകളാൽ അച്ഛൻ്റെ ഇനാഗുറേഷൻ ഇവിടെ മെസ്സേജ് നമുക്ക് തന്നത്. 480 കുടുംബങ്ങൾ, 240 കുഞ്ഞുമക്കൾ. അതെ, പുതിയകരയുടെ ശക്തി ഇത് തന്നെയാണെന്ന് അച്ഛൻ്റെ വാക്കുകളിലൂടെ അച്ഛൻ ഒരു വട്ടം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തി. വളരെ ആവേശപൂർണമായ രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തന്ന് വളരെയധികം സമയം ഞങ്ങളോട് കൂടെ ചെലവഴിച്ച അച്ഛന് ഇടവക ജനങ്ങളുടെ പേരിൽ, പ്രത്യേകിച്ച് പുതിയകരയുടെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങൾ അറിയുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബൈജു അച്ഛനാണ്. എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് മതബോധന യൂണിറ്റിന്റെ എല്ലാ കാര്യത്തിലും, നമ്മുടെ കുഞ്ഞുമക്കളുടെ വിശ്വാസ പരിശീലനത്തിനെല്ലാം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും തരുന്ന ഞങ്ങളുടെ ബൈജു അച്ഛന് ഇടവകാംഗങ്ങളുടെ പേരിലും മതബോധന യൂണിറ്റിന്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള കാഞ്ഞൂർ ഫൊറോന പ്രൊമോട്ടർ പിരിയാച്ചൻ സാറിന്, സാറ് പ്രസംഗത്തിൽ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി. മാതാപിതാക്കന്മാരായ നമ്മൾ ലോകമറിഞ്ഞ്, ചുറ്റുമറിഞ്ഞ് ഇന്നത്തെ ലോകത്തെ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വളർത്തേണ്ടവരാണെന്നുള്ള വലിയൊരു കാര്യം സാറ് നമ്മളെ ഓർമ്മപ്പെടുത്തി. നല്ല ഒരു മെസ്സേജ് നമുക്ക് തന്നു. ഒത്തിരി വിലയേറിയ സമയം പുതിയകരക്കാരുടെ കൂടെ ചെലവഴിക്കാൻ അങ്ങ് കാണിച്ച അങ്ങയുടെ മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. പുതിയകര മതബോധന യൂണിറ്റിന്റെയും ഓരോ ഇടവകാംഗങ്ങളുടെയും പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അറിയും. പുതിയകരയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ CMC കോൺവെന്റ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും മദറിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ട് നിഷ മരിയ, നമ്മുടെ മദർ സുപ്പീരിയറിനും അതിനോടൊപ്പം തന്നെ പുതിയകര ഗവൺമെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കാറ്റഗിസത്തിന്റെ ലക്ഷ്യമായി ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തുഷാര സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ ഒരു പ്രത്യേകത ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോഴെല്ലാവരും പറയുന്നതാണ്, ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ ഒരു നേതൃത്വം നൽകി എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഞങ്ങളുടെ തുഷാര സിസ്റ്ററിന് എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സിസ്റ്റർ. ഇടവകയിലെ കൈക്കാരന്മാര് അവരെല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല,
എങ്കിൽ തന്നെയും ഈ ഒരു അവസരത്തിൽ കൈക്കാരന്മാർക്കും വൈസ് ചെയർമാനും ഒക്കെയുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് പേരെടുത്ത് പറയേണ്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് പുതിയകരയിലെ PCC മെമ്പേഴ്സ്. ഓരോ വർഷം കഴിയുന്തോറും കാറ്റഗിസത്തിന്റെ, പ്രത്യേകിച്ച് കാറ്റഗിസത്തിന്റെ കാര്യത്തിൽ PCC മെമ്പേഴ്സ് കാണിക്കുന്ന ഒരു താല്പര്യം അധ്യാപകരെക്കാൾ ഉപരിയായിട്ട്, അതിൽ കൂടുതൽ തന്നെയായിട്ട് അവരെല്ലാ കാര്യത്തിലും കാറ്റഗിസത്തിന്റെ എന്ത് കാര്യത്തിലും ഒപ്പമുണ്ട്. കാരണം മാതാപിതാക്കന്മാരുടെ പ്രതിനിധികളായിട്ട് അവരിവിടെ ഉള്ളത്. ഓരോ കൊച്ചു കാര്യത്തിലും ഏതൊരു മുക്കിലും മൂലയിലാണെങ്കിൽ പോലും അവരെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ചെയ്യാനായിട്ട് ഓരോരുത്തരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന നൈജോ വാളാഞ്ചേരിയെ ഈ ഒരു അവസരത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരത്തിൽ തന്നെ ഞാൻ PCCയിലെ എല്ലാ മെമ്പേഴ്സിനെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ കാര്യത്തിലും കുഞ്ഞുങ്ങളെ റെഡിയാക്കുന്ന കാര്യത്തിലും, ചായ കൊടുക്കുന്ന കാര്യത്തിലായാലും, അറേഞ്ച്മെന്റ്സിന്റെ കാര്യത്തിലായാലും, ക്ലീനിങ്ങിന്റെ കാര്യത്തിലായാലും PCC വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത PCC വരുമ്പോഴും എല്ലാവരും ഞാനാവാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അധ്യാപകരുടെയും അച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും എല്ലാ ആഗ്രഹം. കാരണം ഒരു ശക്തിയാണ് ഇന്നത്തെ കാലത്ത്. നമുക്കറിയാം, മാതാപിതാക്കന്മാര് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അധ്യാപകരും അച്ഛനും സിസ്റ്ററും മാത്രം വിചാരിച്ചുകൊണ്ടും അവരെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. മാതാപിതാക്കന്മാരും നമ്മുടെ സ്കൂളും പള്ളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായിട്ട് വളരണമെങ്കിൽ ഇനിയുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചാവറയച്ചൻ പറഞ്ഞു വെക്കുന്നത് പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം എന്ന്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വിമാനം പറക്കണമെങ്കിൽ അതിന് ഊർജം വേണം. അതിന് ഇന്ധനത്തിൽ നിന്നാണ് അതിനുള്ള ഊർജം സംഭരിക്കുന്നത്. അതുപോലെ മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും എപ്പോൾ വേണമെങ്കിലും ബാലൻസ് തെറ്റാം. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മുടെ ഉള്ളിലെ ഊർജം തരുന്നത് എല്ലാം നമ്മുടെ ആത്മീയ ഊർജം തന്നെയാണ്. അതിനു വേണ്ടത് പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശ്വാസ പരിശീലന യൂണിറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് കൈപിടിച്ചുയർത്താം, അതിന് വളരെയധികം താല്പര്യം കാണിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുവാണ്. വളരെ താല്പര്യത്തോടുകൂടി കുഞ്ഞുങ്ങളെ പ്രോഗ്രാമിന് ചേർക്കാനും എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരുവാനും എല്ലാം നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് എടുത്ത് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ മാതാപിതാക്കന്മാർക്കും ഒരു പ്രാവശ്യം കൂടി പുതിയകര വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമുക്കറിയാം, ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കണമെങ്കിൽ, ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ ഏറ്റവും ഇതിന്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത് ഓരോ അധ്യാപകർ തന്നെയാണ്. ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായിട്ട് തന്നെ അവരുടെ അധ്വാനത്തിന്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ അധ്യാപകർ ഓരോരുത്തരും അതിന്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയകര ഇടവകയിൽ മതബോധന വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ മതാധ്യാപകരെയും ഏറ്റവും നന്ദിയോടുകൂടി തന്നെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വീണ്ടും അവർക്ക് ഒരുപാട് പുതിയകര ഇടവകയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളാണ്. കുഞ്ഞു കുട്ടികൾ, ഒന്നിലെ രണ്ടിലെയൊക്കെ കുട്ടികൾ വിശന്നു തുടങ്ങിയിട്ടുണ്ട്, ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവർ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു സന്തോഷം കൊണ്ട് കണ്ണൊക്കെ തുറന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർത്തിപ്പിക്കുന്നില്ല. എല്ലാ കുഞ്ഞുമക്കളെയും, പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരെയും, ഇവിടെ കാണാൻ എത്തിയിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ, നന്ദിയോടുകൂടി തന്നെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. താങ്ക് യു എവരിബഡി. സിസ്റ്റം തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടി ഓർക്കുകയാണ്. ആരുടെയെങ്കിലും പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷണിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റാണി ടീച്ചർ. അടുത്തതായി നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. വേദിയിൽ വിശിഷ്ടാതിഥികൾ താഴേക്ക്